സോ ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് നോക്കാം. സോ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് വേരിയബിലിറ്റി ഓർ ബിഹേവിയറിന്റെ ബേസിലാണ്. സോ വേരിയബിലിറ്റിയുടെ ബേസിൽ നമ്മൾ കോസ്റ്റിനെ പ്രധാനമായിട്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യും. എത്ര ക്ലാസിഫൈ ചെയ്യും മക്കളെ? മൂന്നായിട്ട്. ഏതൊക്കെയാ? വേരിയബിൾ കോസ്റ്റ്, ഫിക്സ്ഡ് കോസ്റ്റ് ആൻഡ് സെമി വേരിയബിൾ കോസ്റ്റ്. സോ എന്താണ് ആദ്യം നമുക്ക് വേരിയബിൾ കോസ്റ്റ് എന്ന് നോക്കാം. എന്താണ് വേരിയബിൾ കോസ്റ്റ്? വായിച്ചു നോക്കിയേ. കോസ്റ്റ് ചേഞ്ചസ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ കപ്പാസിറ്റി, പ്രൊഡക്ഷൻ ഓർ സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കപ്പാസിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സെയിൽസ് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ കോസ്റ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കുക? വേരിയബിൾ കോസ്റ്റ് എന്ന് വിളിക്കുക. ഓക്കെ, എന്ത് വിളിക്കുക മക്കളെ? വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ കോസ്റ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് എന്തെന്ന് പറഞ്ഞ? വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞ. ഇനി എന്താണ് ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാല്? വേരിയബിൾ കോസ്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സെയിൽസ് ചേഞ്ച് ചെയ്യുമ്പോൾ കോസ്റ്റ് ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ കോസ്റ്റ് ഫിക്സ്ഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ കോസ്റ്റ് കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിനെന്ത് വിളിക്കുക? ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് വിളിക്കുക. സോ കോസ്റ്റ് ഡു നോട്ട് ചേഞ്ചസ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ കപ്പാസിറ്റി, പ്രൊഡക്ഷൻ ഓർ സെയിൽസ്. കപ്പാസിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ, പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ, സെയിൽസ് ചേഞ്ച് ചെയ്യുമ്പോൾ കോസ്റ്റ് ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ കോസ്റ്റ് കോൺസ്റ്റന്റ് ആണെങ്കിൽ അല്ലെ, അതിനെന്ത് വിളിക്കുക? ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് വിളിക്കുക. അതിന്റെ പേര് തന്നെ ഇല്ലേ? ഫിക്സ്ഡ്, കോൺസ്റ്റന്റ്, ചേഞ്ച് ചെയ്യില്ല. ചേഞ്ച് ചെയ്യുമെങ്കിൽ വേരിയബിൾ, ചേഞ്ച് ചെയ്യില്ലെങ്കിൽ ഫിക്സ്ഡ്. മനസ്സിലാക്കി വെക്കാം. ദെൻ തേർഡ് ആണ് ആരെന്ന് പറയുന്നത്? സെമി വേരിയബിൾ കോസ്റ്റ്. അപ്പൊ ഈ സെമി വേരിയബിൾ കോസ്റ്റ് അതിന്റെ പേര് തന്നെ ഉണ്ട് അല്ലെ. സോ ഈ സെമി വേരിയബിൾ കോസ്റ്റിൽ വേരിയബിൾ കോസ്റ്റും ഉണ്ടാവും, ആരും ഉണ്ടാവും മക്കളെ? ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ വേരിയബിൾ പാർട്ടും ഉണ്ടാവും, ഫിക്സ്ഡ് പാർട്ടും ഉണ്ടാവും. അതുകൊണ്ടല്ലേ ഇതിനെ സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ സെമി ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് വിളിക്കാം കേട്ടോ. ഓക്കെ, രണ്ടും വൺ ആൻഡ് ദി സെയിം ആണ്. സോ സെമി വേരിയബിൾ കോസ്റ്റിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഇലക്ട്രിസിറ്റി ബില്ല്. ഓക്കെ, ഇലക്ട്രിസിറ്റി ബില്ല്. ഇപ്പൊ നിങ്ങളെ വീട്ടിലെ നിങ്ങൾ ഈവൻ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടില്ലെങ്കിലും ഒരു ഫിക്സ്ഡ് ചാർജ് വരും. ഓക്കെ, നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടില്ലെങ്കിലും ഒരു ഫിക്സ്ഡ് ചാർജ് വരും. സോ അതാണ് ഇതിന്റെ ഫിക്സ്ഡ് പോർഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഇലക്ട്രിസിറ്റി കൂടുതൽ കൺസ്യൂം ചെയ്താൽ കൂടുതൽ ബില്ല് വരും, കുറവാണ് കൺസ്യൂം ചെയ്യുന്നെങ്കിൽ കുറവ് ബില്ല് മാത്രമേ വരുള്ളൂ. അതാണ് ഇതിന്റെ വേരിയബിൾ പോർഷൻ എന്ന് പറയുന്നത്. സോ ഫിക്സ്ഡ് പോർഷനും ഉണ്ട്, ആരും ഉണ്ട്? വേരിയബിൾ പോർഷനും ഉണ്ട്. മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, യൂസ് ചെയ്തില്ലെങ്കിലും ഒരു ഫിക്സ്ഡ് ചാർജ് വരും, യൂസ് കൂടുന്തോറും ബില്ല് കൂടും, യൂസ് കുറയും തോറും ബില്ല് കുറയും. ഫിക്സ്ഡ് പോർഷനും ഉണ്ട്, വേരിയബിൾ പോർഷനും ഉണ്ട്. അതുകൊണ്ടാണ് ഇലക്ട്രിസിറ്റി ബില്ല് ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ആർക്ക്? സെമി വേരിയബിൾ കോസ്റ്റിന്. അപ്പൊ ഈ സെമി വേരിയബിൾ കോസ്റ്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലായെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് വേരിയബിൾ കോസ്റ്റിനെയും ഫിക്സ്ഡ് കോസ്റ്റിനെയും നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് ഒരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കിയെടുക്കാം. കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, ശ്രദ്ധിക്കുക. സോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം വേരിയബിൾ കോസ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാവേ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുന്ന കട സ്റ്റാർട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ് മേക്കിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കുക. ഓക്കെ അല്ലേ? സോ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഓറഞ്ച് ജ്യൂസ് ആണ്. ഈ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ ഇൻപുട്ട് വേണ്ടേ? ഇവിടെ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയന്റ് ആരാ, അല്ലെങ്കിൽ റോ മെറ്റീരിയൽ ആരാ? ഓറഞ്ചസ് അല്ലേ, അല്ലേ? ഫോർ എക്സാമ്പിൾ ഒരു ഗ്ലാസ് ഉണ്ടാക്കാൻ നമുക്ക് 2 ഓറഞ്ച് വേണം വിചാരിക്കുക. ഒരു ഗ്ലാസ് ഉണ്ടാക്കാൻ 2 ഓറഞ്ച്. ഒരു ഓറഞ്ചിന്റെ പർച്ചേസ് കോസ്റ്റ് 5 രൂപയാണ്. ഒരു ഓറഞ്ച് വാങ്ങാൻ നമുക്ക് 5 രൂപ കോസ്റ്റ് വരും. ഓക്കെ, ഒരു ഓറഞ്ചിന്റെ കോസ്റ്റ് എത്രയാണ് മക്കളെ? 5 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഗ്ലാസ് ഉണ്ടാക്കാൻ എത്ര കോസ്റ്റ് എന്ന് തന്നെ കാണാം. ഓക്കെ, ഒരു ഗ്ലാസ് ഉണ്ടാക്കാൻ 2 ഓറഞ്ച് വേണം. ഒരു ഓറഞ്ചിന് 5 അല്ലേ? അപ്പൊ ഒരു ഗ്ലാസ് ഉണ്ടാക്കാൻ 10 വരില്ലേ? എങ്ങനെ 10 വരിക? 2 × 5. എന്താണ് ഈ 2? ഒരു ഗ്ലാസ് ഉണ്ടാക്കാൻ 2 ഓറഞ്ച്, ഒരു ഓറഞ്ചിന് 5. അപ്പൊ ഒരു ഗ്ലാസ് ഉണ്ടാക്കാൻ ₹10 per ഗ്ലാസ് എന്ന് വരും. ഓക്കെ, ദെൻ ഒരു കാര്യം കൂടെ പറയാണ്ട്, ഇവിടുത്തെ യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ് നമ്പർ ഓഫ് ഗ്ലാസ് ആണ്. ഇപ്പൊ നമ്മൾ നമ്പർ ഓഫ് യൂണിറ്റ്സ് എന്ന് പറയില്ലേ? സോ നമ്പർ ഓഫ് ഗ്ലാസസ് ആണ് ഇവിടുത്തെ യൂണിറ്റ് ഓഫ് മെഷർമെന്റ്. ഇപ്പൊ വേരിയബിൾ കോസ്റ്റ് പെർ ഗ്ലാസ്, അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്? 10 per യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ 10 per ഗ്ലാസ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. സോ ഇത് മനസ്സിലായെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. ദെൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു ഗ്ലാസ് ഉണ്ടാക്കാൻ 10 അല്ലേ? അപ്പോ 2 ഗ്ലാസ് ഉണ്ടാക്കാൻ എത്ര വരും? 20 വരില്ലേ? ഒരു ഗ്ലാസ് ഉണ്ടാക്കാൻ 10, അപ്പൊ 2 ഗ്ലാസ് ഉണ്ടാക്കാൻ 20. എങ്ങനെ 20 കിട്ടിയേ? ഒരു ഗ്ലാസ്സിന് 10, അപ്പൊ 2 ഗ്ലാസ് ഉണ്ടാക്കാൻ 20 വരും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാലോ, ഒരു ഗ്ലാസ് ഉണ്ടാക്കാൻ 2 ഓറഞ്ച്,
അപ്പോ 2 ഗ്ലാസ് ഉണ്ടാക്കാൻ 4 ഓറഞ്ച് വേണ്ടേ? ഒരു ഓറഞ്ചിന് 5 അല്ലേ? അപ്പൊ 4 ഇൻറ്റു 5 20 എന്ന് വരും. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കാണാം. ദെൻ അങ്ങനെയാണെങ്കിൽ 4 ഗ്ലാസ് ഉണ്ടാക്കാൻ 40 വരില്ലേ? എങ്ങനെയാ? ഒരു ഗ്ലാസ്സിന് 10. അപ്പോ 4 ഗ്ലാസ് ഉണ്ടാക്കാൻ 40. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാലോ, ഒരു ഗ്ലാസ് ഉണ്ടാക്കാൻ 2 ഓറഞ്ച്. അപ്പൊ 4 ഗ്ലാസ് ഉണ്ടാക്കാൻ 8 ഓറഞ്ച് വേണ്ടേ? ഒരു ഗ്ലാസ് 2 ഓറഞ്ച് അല്ലേ? 4 ഗ്ലാസ് ഉണ്ടാക്കാൻ 8 ഓറഞ്ച്. അപ്പോ ഒരു ഓറഞ്ചിന് 5 അല്ലേ? അപ്പോ 8 ഇൻറ്റു 5 40. അങ്ങനെയും കാണാം. ദെൻ അങ്ങനെയാണെങ്കിൽ 10 ഗ്ലാസ് ഉണ്ടാക്കാനോ? 10 ഗ്ലാസ് ഉണ്ടാക്കാൻ ടോട്ടൽ 100 വരില്ലേ? ഒരു ഗ്ലാസ്സിന് 10. അപ്പൊ 10 ഗ്ലാസ് ഉണ്ടാക്കാൻ 10 ഇൻറ്റു 10 100. അല്ലെങ്കിൽ എങ്ങനെയും പറയാം, ഒരു ഗ്ലാസ് ഉണ്ടാക്കാൻ 2 ഓറഞ്ച്. ഇപ്പൊ 10 ഗ്ലാസ് ഉണ്ടാക്കാൻ 20 ഓറഞ്ച് വേണ്ടേ? 20 ഇൻറ്റു ഒരു ഓറഞ്ചിന് 5 അല്ലേ? അപ്പൊ 20 ഇൻറ്റു 5 എത്ര വരും മക്കളെ? 100 എന്ന് വരും. എങ്ങനെ വേണമെങ്കിലും കാണാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ ആരെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ജ്യൂസ് ഉണ്ടാക്കില്ലേ? ജ്യൂസ് അല്ലേ പ്രൊഡക്ഷൻ യൂണിറ്റ്സ്. ഓക്കെ, ജ്യൂസിന്റെ എണ്ണം കൂടുന്തോറും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ടോട്ടൽ കോസ്റ്റിൽ എന്ത് വരുന്നുണ്ട്? ചേഞ്ച് വരുന്നുണ്ട്. ഒരു ഗ്ലാസ് ഉണ്ടാക്കാൻ 10, അപ്പൊ 2 ഗ്ലാസ് ഉണ്ടാക്കാൻ 20, 4 ഗ്ലാസ് ഉണ്ടാക്കാൻ 40, 10 ഗ്ലാസ് ഉണ്ടാക്കാൻ 100. സോ പ്രൊഡക്ഷൻ കൂടുന്തോറും കോസ്റ്റ് കൂടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ കോസ്റ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ ഇതിനെയാണ് നമുക്ക് എന്ത് വിളിക്കുക? വേരിയബിൾ കോസ്റ്റ് എന്ന് വിളിക്കുക. എന്ത് വിളിക്കുക മക്കളെ? വേരിയബിൾ കോസ്റ്റ്. സോ ഗ്ലാസിന്റെ എണ്ണം കൂടുന്തോറും എന്ത് കൂടുന്നു? ടോട്ടൽ കോസ്റ്റ് കൂടുന്നു. ടോട്ടൽ കോസ്റ്റ് ചേഞ്ച് ചെയ്യുന്നു. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഗ്ലാസ് ഉണ്ടാക്കിയാൽ എത്ര കോസ്റ്റ് വരും? 10 വരും. 2 ഗ്ലാസ് ഉണ്ടാക്കിയാൽ എത്ര കോസ്റ്റ് വരും? 20 വരും. 2 ഗ്ലാസ് ഉണ്ടാക്കിയാലും ഒരു ഗ്ലാസ്സിന് എത്ര തന്നെയാണ് മക്കളെ? 10 തന്നെയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 2 ഗ്ലാസ് ഉണ്ടാക്കിയാൽ ടോട്ടൽ ആണ് 20, ഒരു ഗ്ലാസ്സിന് 10 തന്നെയാണ്. 4 ഗ്ലാസ് ഉണ്ടാക്കിയാൽ ടോട്ടൽ എത്രയാണ്? 40 ആണ്. ബട്ട് ഒരു ഗ്ലാസ്സിന് എത്ര തന്നെയാണ് മക്കളെ? 10 തന്നെയല്ലേ? ഒരു ഗ്ലാസ്സിന് 10, ടോട്ടൽ ആണ് 40. 10 ഗ്ലാസ് ഉണ്ടാക്കിയാൽ ടോട്ടൽ 100 വരും. ഒരു ഗ്ലാസ്സിന് എത്ര തന്നെയാണ്? 10 തന്നെയല്ലേ? ഞാൻ പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ് പെർ ഗ്ലാസ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ക്വസ്റ്റ്യനിൽ വേറെ അഡ്ജസ്റ്റ്മെന്റോ സ്പെസിഫിക്കേഷനോ ഇല്ലാത്ത കേസിൽ നോർമലി വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അല്ലെങ്കിൽ എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. നിങ്ങൾ എത്ര ഗ്ലാസ് ഉണ്ടാക്കിയാലും ഒരു ഗ്ലാസ്സിന് 10 രൂപയെ വരുള്ളൂ അല്ലെ? ഒരു ഗ്ലാസ്സിന് 10 രൂപയെ വരുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 10 രൂപയാണ്, കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് അതിനെ വേരിയബിൾ എന്ന് വിളിക്കുന്നത്? നിങ്ങൾ പെർ യൂണിറ്റ് അല്ല നോക്കേണ്ടത്. എന്താണ് നോക്കേണ്ടത്? ടോട്ടൽ ആണ് നോക്കേണ്ടത്. എന്താ നോക്കേണ്ടത്? ടോട്ടൽ. ഒരു ഗ്ലാസ് ഉണ്ടാക്കാൻ 10, 2 ഗ്ലാസ് ഉണ്ടാക്കാൻ 20, ടോട്ടൽ ആണ് നോക്കേണ്ടത്. 4 ഗ്ലാസ് ഉണ്ടാക്കാൻ 40, 10 ഗ്ലാസ് ഉണ്ടാക്കാൻ 100. ഒരു ഗ്ലാസ്സിന് 10 ആണെങ്കിലും ടോട്ടൽ ആണ് നോക്കേണ്ടത്. അപ്പോഴാണ് വേരിയബിൾ എന്ന് അറിയാൻ പറ്റുള്ളൂ. മനസ്സിലാക്കി വെക്കുക. സോ വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യുന്ന കോസ്റ്റ് ആണ്. ഓക്കെ, കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ്. മനസ്സിലാക്കി വെക്കുക. ഞാൻ വീണ്ടും പറയുന്നു, പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. ടോട്ടൽ ആണ് വേരി ചേഞ്ച് ചെയ്യുക. അതുകൊണ്ടാണ് എന്തെന്ന് വിളിക്കുന്നേ? വേരിയബിൾ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. സോ ഈ ഒരു എക്സാമ്പിൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഇതാണ് വേരിയബിൾ കോസ്റ്റിന്റെ എക്സ്പ്ലനേഷൻ. നെക്സ്റ്റ്, ഇനി നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ബിസിനസ് എന്തെന്നെയാ മക്കളെ? ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുന്നതാണ്. സോ ഈ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കാൻ നമുക്ക് ഫാക്ടറി വേണ്ടേ? അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് വേണം അല്ലെ? ചുമ്മാ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഒരു ഫാക്ടറി ബിൽഡിംഗ് വേണം. ആ ഫാക്ടറി ബിൽഡിംഗ് നമ്മൾ വാടകയ്ക്ക് എടുത്താൽ വിചാരിക്കാം, റെന്റിന് എടുത്താണ്. ഓക്കെ, നമ്മുടെ സ്വന്തം ബിൽഡിംഗ് അല്ല, ഓൺ ബിൽഡിംഗ് അല്ല, നമ്മൾ റെന്റിന് എടുത്ത ബിൽഡിംഗ് ആണ് ബിൽഡിംഗ് ഓണറിൽ നിന്ന്. ഓക്കെ, സോ ബിൽഡിംഗ് ഓണർക്ക് എന്ത് കൊടുക്കേണ്ടി വരും? റെന്റ് കൊടുക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ റെന്റ് 10,000 ആണെന്ന് വിചാരിക്കുക. എത്രയാണ് മക്കളെ? 10,000. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് നമ്മള് വർഷം 10,000 ആണ്. സോ എല്ലാ വർഷവും നമ്മൾ എത്ര വെച്ച് കൊടുക്കണം? 10,000 വെച്ച് റെന്റ് കൊടുക്കണം. മനസ്സിലാക്കി വെക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഒരു ഗ്ലാസ് ഉണ്ടാക്കിയാലും എത്ര റെന്റ് കൊടുക്കണം? 10,000 റെന്റ് കൊടുക്കണം. 2 ഗ്ലാസ് ഉണ്ടാക്കിയാലും റെന്റ് എത്ര കൊടുക്കണം? 10,000 കൊടുക്കണം. 4 ഗ്ലാസ് ഉണ്ടാക്കിയാലും 10,000 റെന്റ് കൊടുക്കണം. 10 ഗ്ലാസ് ഉണ്ടാക്കിയാലും 10,000 റെന്റ് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് ഓണർക്ക് എന്തറിയേണ്ട ആവശ്യമില്ല, നിങ്ങൾ എത്ര ഗ്ലാസ് ഉണ്ടാക്കി എന്ന് അറിയേണ്ട ആവശ്യമില്ല. അയാൾക്ക് പ്രോപ്പർ ആയിട്ട് കറക്റ്റ് ആയിട്ട് എന്ത് കിട്ടിയാൽ മതി? റെന്റ് കിട്ടിയാൽ മതി. നിങ്ങൾ ഇനി ഒരു ഗ്ലാസ് ഉണ്ടാക്കിയാലും 100 ഗ്ലാസ് ഉണ്ടാക്കിയാലും 1 lakh 10 lakh കോടികൾ ഗ്ലാസ് ഓഫ് ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കിയാലും അയാൾക്ക് എത്ര റെന്റ് കിട്ടിയാൽ മതി? 10,000 റെന്റ് കിട്ടിയാൽ മതി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ആര് ചേഞ്ച് ചെയ്യുന്നില്ല? കോസ്റ്റ് ചേഞ്ച് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ കോസ്റ്റ് കോൺസ്റ്റന്റ് അല്ലേ? ഇതിനെ നമ്മൾ എന്ത് വിളിക്കുക? ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് വിളിക്കുക. എന്ത് വിളിക്കുക മക്കളെ? ഫിക്സ്ഡ് കോസ്റ്റ്. സോ പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ടോട്ടൽ കോസ്റ്റ് ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ അതാണ് എന്തെന്ന് പറഞ്ഞ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞ. മനസ്സിലാക്കി വെക്കുക. പക്ഷേ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ,
ഒരു ഗ്ലാസ് ഉണ്ടാക്കി എത്രയാ ഫിക്സ്ഡ് കോസ്റ്റ് വരിക? 10,000 വരും. അപ്പോ ഒരു ഗ്ലാസിന് 10,000 ആണ് ഫിക്സ്ഡ് കോസ്റ്റ് അല്ലെങ്കിൽ റെന്റ് കൊടുക്കാന്ന് പറയുന്നത്. 2 ഗ്ലാസ് ഉണ്ടാക്കിയാൽ നിങ്ങൾ എത്ര റെന്റ് കൊടുക്കും? 10,000 റെന്റ് കൊടുക്കും അല്ലെ? 2 ഗ്ലാസ് ഉണ്ടാക്കിയാൽ നിങ്ങൾ എത്ര റെന്റ് കൊടുക്കാം മക്കളെ? 10,000 ഫിക്സ്ഡ് കോസ്റ്റ് ഇൻകം ആവും. അങ്ങനെയാണെങ്കിൽ ഒരു ഗ്ലാസിന് എത്ര കോസ്റ്റ് വരും? 2 ഗ്ലാസിന് 10,000. അപ്പൊ ഒരു ഗ്ലാസിന് എത്ര വരും? 5,000 വരില്ലേ? എങ്ങനെ 5,000 കിട്ടിയേ? 10,000 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. 1 മിനിറ്റ്. ഓക്കെ, സോ 2 ഗ്ലാസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എത്ര റെന്റ് കൊടുക്കണം? 10,000 റെന്റ് കൊടുക്കണം. അപ്പൊ ഒരു ഗ്ലാസിന് എത്ര കോസ്റ്റ് വരിക? 5,000 ആണ്. എങ്ങനെ 5,000 കിട്ടിയേ? 10,000 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. 5,000. ഇനി 4 ഗ്ലാസ് ഉണ്ടാക്കിയാൽ നിങ്ങൾ എത്ര റെന്റ് കൊടുക്കാം? 10,000 ആണ് റെന്റ് കൊടുക്കുക. ഒരു ഗ്ലാസിന് എത്ര വരും? അപ്പോ 4 ഗ്ലാസ്സിനാണ് 10,000. ഒരു ഗ്ലാസിന് എത്ര വരും? 10,000 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. എത്ര വരും മക്കളെ? 2,500 എന്ന് വരും. എത്ര വരും? 2,500. 10 ഗ്ലാസ് ഉണ്ടാക്കിയാലോ നിങ്ങൾ എത്ര റെന്റ് കൊടുക്കുക? 10,000 ആണ് റെന്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് 10,000 ആണ്. അപ്പൊ ഒരു ഗ്ലാസിന് എത്രയായിരിക്കും തന്നെ കാണുക? 10,000 ഡിവൈഡഡ് ബൈ 10 എന്ന് വരും അല്ലെ? എത്ര വരും മക്കളെ? 1,000 എന്ന് വരും. ഞാൻ പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് നോക്കിയേ എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. ടോട്ടൽ ആണ് എന്ത് ചെയ്യുന്നത്? ഫിക്സ്ഡ് ആയിട്ട് നിൽക്കുന്നത്, ചേഞ്ച് ചെയ്യാണ്ട് നിൽക്കുന്നത്. സോ ഇതിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക കേട്ടോ. എന്താണ് ഫിക്സ്ഡ് കോസ്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ? ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് എപ്പോഴും മനസ്സിലാക്കുക, ടോട്ടൽ ആണ് നോക്കേണ്ടത്. ടോട്ടൽ വേരി ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേരിയബിൾ കോസ്റ്റ് ആണ്. ടോട്ടൽ ഫിക്സ്ഡ് ആണെങ്കിൽ അത് ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. മനസ്സിലാക്കി വെക്കാം. സോ ടോട്ടൽ ഫിക്സ്ഡ് ആണെങ്കിൽ എന്താണ് മക്കളെ? ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. പക്ഷെ ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ത് ചെയ്യും? പറ. ചേഞ്ച് ചെയ്യും. പെർ യൂണിറ്റ് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. അതിന്റെ അർത്ഥം അത് വേരിയബിൾ കോസ്റ്റ് എന്നല്ല, ടോട്ടൽ ആണ് നോക്കേണ്ടത്. ടോട്ടൽ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. മനസ്സിലാക്കി വെക്കുക. സോ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെ ബ്രീഫായിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. സോ വേരിയബിൾ കോസ്റ്റും ഫിക്സ്ഡ് കോസ്റ്റും ഇത് പ്രോപ്പർ ആയിട്ട് അറിഞ്ഞിരിക്കണേ. ഇതാണ് കോസ്റ്റിംഗിന്റെ ബേസിക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ കോസ്റ്റും ഫിക്സ്ഡ് കോസ്റ്റും. സോ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. നിങ്ങൾ എത്ര ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കിയാലും ഒരു ഗ്ലാസിന് 10 രൂപയെ വരുള്ളൂ, എത്ര ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കിയാലും. ദെൻ ടോട്ടൽ ആണ് എന്ത് ചെയ്യുക? ചേഞ്ച് ചെയ്യുക. ഒരു ഗ്ലാസിന് 10, 2 ഗ്ലാസിന് 20, 4 ഗ്ലാസിന് 40 അല്ലെ? 10 ഗ്ലാസിന് 100. ടോട്ടൽ ആണ് ചേഞ്ച് ചെയ്യുക. എപ്പോഴും ടോട്ടൽ ആണ് നോക്കേണ്ടത്. ടോട്ടൽ ആണ് നോക്കേണ്ടത്. എന്ത് നോക്കരുത്? പെർ യൂണിറ്റ് നോക്കരുത്. ടോട്ടൽ ആണ് നോക്കേണ്ടത്. വേരിയബിൾ ആണോ ഫിക്സ്ഡ് ആണോ അറിയാൻ വേണ്ടിയിട്ട്. ദെൻ ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും അല്ലെ? ടോട്ടൽ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. നിങ്ങൾ എത്ര ഗ്ലാസ് ഉണ്ടാക്കിയാലും എത്രയാണ് റെന്റ് കൊടുക്കേണ്ടത്? 10,000. പക്ഷെ 2 ഗ്ലാസ് ഉണ്ടാക്കിയാൽ ഒരു ഗ്ലാസിന് 5,000 ആവും. 2 ഗ്ലാസിനാണ് 10,000. അപ്പോൾ ഗ്ലാസിന് 5,000. 4 ഗ്ലാസ് ഉണ്ടാക്കിയാൽ ടോട്ടല് 10,000 ആണെങ്കിലും ഒരു ഗ്ലാസിന് 2,500 വരും. 10,000 ഡിവൈഡ് ബൈ 4. സോ ഓക്കെ ആണെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. മനസ്സിലായെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. ഓക്കെ, സോ ഞാൻ വീണ്ടും പറയുന്നു, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് എന്ത്? കോൺസ്റ്റന്റ്. ടോട്ടൽ ആണ് എന്ത് ചെയ്യുക? ചേഞ്ച് ചെയ്യുക. ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. ടോട്ടൽ ആണ് എന്ത് ചെയ്യുക? കോൺസ്റ്റന്റ്. ഓക്കെ, ടോട്ടൽ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ വേരിയബിൾ ആണോ ഫിക്സ്ഡ് എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഇത് നോക്കേണ്ടത് ടോട്ടൽ ആണ് നോക്കേണ്ടത്. ഇത് നോക്കേണ്ടത് ടോട്ടൽ ആണ്. ടോട്ടൽ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ വേരിയബിൾ കോസ്റ്റ്, ടോട്ടൽ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ്. ഓക്കെ അല്ലേ? ഇനി ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾ ഈവൻ ഫിക്സ്ഡ് കോസ്റ്റിന്റെ കാര്യമാണ്. ഈവൻ നിങ്ങൾ വാടകയ്ക്ക് എടുത്തു, നിങ്ങൾ ഓറഞ്ച് ജ്യൂസ് ബിസിനസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നിങ്ങൾ ബിൽഡിംഗ് വാടകയ്ക്ക് എടുത്തു വിചാരിക്കുക. നിങ്ങൾ പ്രൊഡക്ഷൻ ഒന്നും നടത്തിയില്ല. ഓക്കെ, പ്രൊഡക്ഷൻ ഒന്നും നടത്തിയില്ല, പക്ഷെ വാടകയ്ക്ക് എടുത്തു. സ്റ്റിൽ എന്ത് കൊടുക്കേണ്ടി വരും? റെന്റ് കൊടുക്കേണ്ടി വരും. ഞാൻ വീണ്ടും പറയുന്നു, ബിൽഡിംഗ് ഓണർക്ക് എന്തറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ അവിടെ പ്രൊഡക്ഷൻ നടത്തുന്നുണ്ടെന്നോ ഇല്ലെന്ന് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. അയാൾക്ക് പ്രോപ്പർ ആയിട്ട് എല്ലാ വർഷവും എന്ത് മാത്രം കിട്ടിയാൽ മതി? റെന്റ് മാത്രം കിട്ടിയാൽ മതി. അപ്പൊ നിങ്ങൾ വാടകയ്ക്ക് എടുത്ത് ഈവൻ പ്രൊഡക്ഷൻ നടത്തിയിട്ടില്ലെങ്കിലും സ്റ്റിൽ നമുക്ക് എന്ത് ഇൻകർ ആവും? ഫിക്സ്ഡ് കോസ്റ്റ് ഇൻകർ ആവും എന്ന് മനസ്സിലാക്കാം. ഫിക്സ്ഡ് കോസ്റ്റ് ഇൻകർ ആവും. നോർമലി ഫിക്സ്ഡ് കോസ്റ്റ് അൺഅവോയ്ഡബിൾ കോസ്റ്റ് ആണ്. എന്താണ് അൺഅവോയ്ഡബിൾ? എന്താണ് അൺഅവോയ്ഡബിൾ എന്ന് പറഞ്ഞാൽ? അതിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, അത് ഷുവർ ആയിട്ട് ഇൻകർ ആവും. മനസ്സിലാക്കി വെക്കുക. ദെൻ അതാണ് ഇവിടെ പറഞ്ഞ കാര്യം, കോസ്റ്റ്. ഇനി എപ്പോഴാണ് വേരിയബിൾ കോസ്റ്റ് ഇൻകർ ആവുക? ഞാൻ ഫിക്സ്ഡ് കോസ്റ്റിന്റെ കാര്യം പറഞ്ഞു. ഇനി എപ്പോഴാണ് വേരിയബിൾ കോസ്റ്റ് ഇൻകർ ആവുക? പ്രൊഡക്ഷൻ നടത്തിയാലേ വേരിയബിൾ കോസ്റ്റ് ഇൻകർ ആവുള്ളൂ. നിങ്ങൾ നാലിച്ച് നോക്കിയേ, ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കിയാലേ ഓറഞ്ചിന്റെ ആവശ്യമുള്ളൂ അല്ലെ? ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുമ്പോഴേ എന്തിന്റെ ആവശ്യമുള്ളൂ? ഓറഞ്ചിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുമ്പോഴേ നമ്മൾ എന്ത് പർച്ചേസ് ചെയ്യുള്ളൂ? ഓറഞ്ച് പർച്ചേസ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ നടത്തുമ്പോഴേ എന്ത് ഇൻകർ ആവുള്ളൂ? വേരിയബിൾ കോസ്റ്റ് ഇൻകർ ആവുള്ളൂ. മനസ്സിലാക്കി വെക്കുക. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് കേട്ടോ. കോസ്റ്റ് ഏതൊക്കെയുണ്ട്? വേരിയബിൾ കോസ്റ്റും ഉണ്ട്,
ഫിക്സ്ഡ് കോസ്റ്റും ഉണ്ട്. ഞാൻ പറഞ്ഞു വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓൺലി എപ്പോഴും ഇൻകർ ആവുക ഓൺലി വെൻ പ്രൊഡക്ഷൻ സ്റ്റാർട്ട്. പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ എന്ത് ഇൻകർ ആവുള്ളൂ, വേരിയബിൾ കോസ്റ്റ് ഇൻകർ ആവുള്ളൂ. ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുമ്പോഴേ ഓറഞ്ച് വാങ്ങേണ്ട ആവശ്യമുള്ളൂ, അപ്പോഴേ നമ്മൾ ഓറഞ്ച് പർച്ചേസ് ചെയ്യുള്ളൂ. സോ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ വേരിയബിൾ കോസ്റ്റ് ഇൻകർ ആവുള്ളൂ. പക്ഷെ ഫിക്സ്ഡ് കോസ്റ്റ് അങ്ങനെയല്ല, നമ്മൾ ഈവൻ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിലും ഈവൻ അല്ലെ ഇൻകേർഡ് ഈവൻ പ്രൊഡക്ഷൻ ഈസ് നോട്ട് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞാൽ ഈവൻ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിലും ആര് ഇൻകർ ആവും, നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് ഇൻകർ ആവും. നമ്മൾ വാടകയ്ക്ക് എടുത്തു, ഓണർക്ക് എന്തറിയേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ പ്രൊഡക്ഷൻ നടത്തുന്നുണ്ടെന്നോ ഇല്ലെന്ന് അറിയേണ്ട ആവശ്യമില്ല. പ്രോപ്പറായിട്ട് അയാൾക്ക് എന്ത് കിട്ടിയാൽ മതി, റെന്റ് കിട്ടിയാൽ മതി. സോ ഇതാണ് ഫിക്സ്ഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും. ഇത് ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കി വെക്കുക. പ്രൊഡക്ഷൻ നടത്തിയാലേ വേരിയബിൾ കോസ്റ്റ് ഇൻകർ ആവുള്ളൂ. ഈവൻ പ്രൊഡക്ഷൻ നടത്തിയില്ലെങ്കിലും ഫിക്സ്ഡ് കോസ്റ്റ് ഇൻകർ ആവും. ഫിക്സ്ഡ് കോസ്റ്റ് നോർമലി അൺഅവോയ്ഡബിൾ കോസ്റ്റ് ആണ്. സോ ഈ ഒരു എക്സ്പ്ലനേഷൻ കറക്റ്റായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് കോസ്റ്റിംഗിന്റെ ബേസ് എന്ന് പറയുന്നത്. സോ ഈ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഏതിന്റെ ബേസിലാണ് കൊടുത്തത്, വേരിയബിലിറ്റി ഓർ ബിഹേവിയർ. ഏതൊക്കെയാണ്, വേരിയബിൾ കോസ്റ്റ്, ഫിക്സ്ഡ് കോസ്റ്റ്, അതേപോലെ സെമി വേരിയബിൾ കോസ്റ്റ്. സോ വേരിയബിൾ കോസ്റ്റും ഫിക്സ്ഡ് കോസ്റ്റും പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ടോട്ടൽ നോക്കുക. പ്രൊഡക്ഷൻ നടത്തുമ്പോൾ ടോട്ടൽ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ വേരിയബിൾ ആണ്, ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്താണ്, ഫിക്സ്ഡ് ആണ്. പെർ യൂണിറ്റ് അല്ല നോക്കുക, ടോട്ടൽ ആണ് നോക്കുക. സോ ഈ ക്ലാസിഫിക്കേഷൻ ഓക്കെ ആണെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നേച്ചറിന്റെ ബേസിലാണ്. സോ നേച്ചറിന്റെ ബേസിൽ അല്ലെങ്കിൽ എലമെന്റ് വൈസ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ട്രേസബിലിറ്റിയുടെ ബേസിൽ കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യാന്നും പറയും. സോ നേച്ചറിന്റെ ബേസിൽ അല്ലെങ്കിൽ എലമെന്റിന്റെ ബേസിൽ നമ്മൾ കോസ്റ്റിനെ പ്രധാനമായിട്ടും രണ്ടായി ക്ലാസിഫൈ ചെയ്യും. ഏതൊക്കെയാണ്, ഡയറക്റ്റ് കോസ്റ്റ് ഉണ്ട്, ഇൻഡയറക്റ്റ് കോസ്റ്റ് ഉണ്ട്. ഏതൊക്കെയാ മക്കളെ, ഡയറക്റ്റ് കോസ്റ്റ് ഉണ്ട്, ഇൻഡയറക്റ്റ് കോസ്റ്റ് ഉണ്ട്. സോ ഈ ക്ലാസിഫിക്കേഷനും വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. സോ ഡയറക്റ്റ് കോസ്റ്റ് ഉണ്ട്, ഇൻഡയറക്റ്റ് കോസ്റ്റ് ഉണ്ട്. ഈ ഡയറക്റ്റ് കോസ്റ്റിൽ പ്രധാനമായിട്ടും 3 എലമെന്റ്സ് ആണ് ഉണ്ടാവുക. ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ടാവും, ഡയറക്റ്റ് ലേബർ ഉണ്ടാവും, ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഇൻഡയറക്റ്റ് കോസ്റ്റിൽ 3 എലമെന്റ്സ് ആണ് ഉണ്ടാവുക. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. സോ ഇതിനെ നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് വിത്ത് എക്സാമ്പിൾ, നമ്മൾ ഓറഞ്ച് ജ്യൂസിന്റെ എക്സാമ്പിൾ വെച്ച് തന്നെ ഇത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ. സോ ശ്രദ്ധിച്ചിരിക്കുക. സോ ഡയറക്റ്റ് കോസ്റ്റിന്റെ 3 എലമെന്റ്സ് ഏതൊക്കെയാ, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് വിളിക്കും. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഡയറക്റ്റ് കോസ്റ്റിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് പ്രൈം കോസ്റ്റ് എന്ന് വിളിക്കും. എന്താ വിളിക്കുക മക്കളെ, പ്രൈം കോസ്റ്റ്. സോ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് ആണല്ലോ ഡയറക്റ്റ് കോസ്റ്റ്. സോ ഇവയെ നമ്മൾ ടോട്ടലി വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്, പ്രൈം കോസ്റ്റ്. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, പ്രൈം കോസ്റ്റ് ഓൾവേസ് വേരിയബിൾ കോസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഡയറക്റ്റ് കോസ്റ്റ് ഓൾവേസ് എന്ത് കോസ്റ്റ് ആയിരിക്കും, വേരിയബിൾ കോസ്റ്റ് ആയിരിക്കും. എന്താണ് വേരിയബിൾ കോസ്റ്റ് എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു കേട്ടോ. പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ചേഞ്ച് ചെയ്യുന്ന കോസ്റ്റ് ആണ് വേരിയബിൾ കോസ്റ്റ്. അപ്പൊ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ് ഓൾവേസ് എന്ത് കോസ്റ്റ് ആയിരിക്കും, ഓൾവേസ് എന്ത് കോസ്റ്റ് ആയിരിക്കും, വേരിയബിൾ കോസ്റ്റ് ആയിരിക്കും. അതിൽ ഏത് എലമെന്റ് വരില്ല, ഫിക്സ്ഡ് കോസ്റ്റിന്റെ എലമെന്റ് വരില്ല, മനസ്സിലാക്കി വെക്കുക. ഇനി ഇൻഡയറക്റ്റ് കോസ്റ്റിന്റെ കേസിൽ ഇൻഡയറക്റ്റ് കോസ്റ്റിന്റെ എലമെന്റ്സ് ഏതൊക്കെയാ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. സോ ഈ ഇൻഡയറക്റ്റ് കോസ്റ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഓവർ ഹെഡ് എന്ന് വിളിക്കും. എന്താ വിളിക്കുക, ഓവർ ഹെഡ്. അപ്പൊ ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നുമില്ല, എന്താണ്, ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്. ആരൊക്കെ വരിക, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ വരും, ഇൻഡയറക്റ്റ് ലേബർ വരും, ആരും വരും, ഇൻഡയറക്റ്റ് എക്സ്പെൻസും വരും. ഞാൻ പറഞ്ഞു ഡയറക്റ്റ് കോസ്റ്റിന്റെ മറ്റൊരു പേര് പ്രൈം കോസ്റ്റ്, ഇൻഡയറക്റ്റ് കോസ്റ്റിന്റെ മറ്റൊരു പേര് ഓവർ ഹെഡ്. ഡയറക്റ്റ് കോസ്റ്റ് അല്ലെങ്കിൽ പ്രൈം കോസ്റ്റ് ഓൾവേസ് എന്ത് കോസ്റ്റ് ആയിരിക്കും, വേരിയബിൾ കോസ്റ്റ് ആയിരിക്കും. ഇനി ഇൻഡയറക്റ്റ് കോസ്റ്റ് അല്ലെങ്കിൽ ഓവർ ഹെഡ് വേരിയബിൾ കോസ്റ്റും വരാം, എന്തും വരാം, ഫിക്സ്ഡ് കോസ്റ്റും വരാം. സോ വേരിയബിൾ കോസ്റ്റും വരാം, എന്ത് കോസ്റ്റും വരാം, ഫിക്സ്ഡ് കോസ്റ്റും വരാം. ബട്ട് മെജോറിറ്റി നമുക്ക് കാണാൻ പറ്റുക ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. അല്ലെങ്കിൽ നോർമലി നമുക്ക് മെജോറിറ്റി ആയിട്ട് നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റേ കാണാൻ പറ്റുള്ളൂ. വേരിയബിൾ കോസ്റ്റ് നമുക്ക് റയർ ആയിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ, മനസ്സിലാക്കി വെക്കുക. എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാവേ. സോ മനസ്സിലാക്കുക, ഡയറക്റ്റ് കോസ്റ്റിന് മറ്റൊരു പേര് പ്രൈം കോസ്റ്റ്, ഓൾവേസ് വേരിയബിൾ ആണ്, DM പ്ലസ് DL പ്ലസ് DE. ഇൻഡയറക്റ്റ് കോസ്റ്റിന് മറ്റൊരു പേര് ഓവർ ഹെഡ്, വേരിയബിൾ ആവാം, ഫിക്സ്ഡ് ആവാം. ബട്ട് മെജോറിറ്റി നമുക്ക് എന്തേ കാണാൻ പറ്റുള്ളൂ, ഫിക്സ്ഡ് കോസ്റ്റ് കാണാൻ പറ്റുള്ളൂ, വേരിയബിൾ നമുക്ക് റയർ ആയിട്ടേ കാണാൻ പറ്റുള്ളൂ. ദെൻ ഏതൊക്കെയാണ് എലമെന്റ്സ്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, മനസ്സിലാക്കി വെക്കാം. സോ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ്. ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്. നമുക്ക് ഡയറക്റ്റ് കോസ്റ്റിനെ
ഒരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കിയെടുക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയറക്ട് കോസ്റ്റിൽ 3 എലമെന്റ്സ് ആണ് വരിക. ഡയറക്ട് മെറ്റീരിയൽ, ഡയറക്ട് ലേബർ ആൻഡ് ഡയറക്ട് എക്സ്പെൻസസ് മനസ്സിലാക്കുക. ഓക്കെ, നമ്മുടെ സെയിം എക്സാമ്പിൾ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് ആലോചിച്ച് നോക്കിയേ, ശരിക്കും ഇവിടുത്തെ ഡയറക്ട് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ആരാണ്? ഓറഞ്ച് ആണ് അല്ലേ? ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കാൻ നമുക്ക് ആരെ വേണം? ഓറഞ്ച് വേണം. ഓറഞ്ച് ആണ് അവിടെ യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ. സോ അതിന് വരുന്ന കോസ്റ്റ് ആണ് ഡയറക്ട് മെറ്റീരിയൽ കോസ്റ്റ്. അത് നമുക്ക് നേരത്തെ അറിയാം. ഒരു ഗ്ലാസ് ഉണ്ടാക്കാൻ 2 ഓറഞ്ച്, ഒരു ഓറഞ്ചിന് 5 ആണെങ്കിൽ ഒരു ഗ്ലാസ് എത്രയായിരിക്കും? 10 ആയിരിക്കും അല്ലേ? സോ ₹10 പെർ ഗ്ലാസ് എന്ന് വരും. ഓക്കെ, അപ്പൊ ഇനി ഡയറക്ട് മെറ്റീരിയൽ ഞാൻ സെപ്പറേറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അത് വേരിയബിൾ കോസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞ കാര്യമാണ്. സോ ഈ ഡയറക്ട് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ് അല്ലേ? പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ചേഞ്ച് ചെയ്യില്ലേ? അതല്ലേ നമ്മൾ വേരിയബിൾ കോസ്റ്റിന്റെ എക്സാമ്പിൾ ആയിട്ടും പറഞ്ഞ് മനസ്സിലാക്കി വെക്കാം. സോ ഡയറക്ട് മെറ്റീരിയൽ ആണ് ഇവിടെ ആരെന്ന് പറയുന്നത്? ഓറഞ്ച് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇത് ഔട്ട്പുട്ടിന്റെ പാർട്ടായിട്ട് മാറും. എന്ന് പറഞ്ഞാൽ ഓറഞ്ച് ജ്യൂസിൽ നമുക്ക് ഏത് ഇൻഗ്രീഡിയന്റാ മെയിൻ ആയിട്ട് കാണാൻ പറ്റുക? ഓറഞ്ച് ആണ് കാണാൻ പറ്റുക അല്ലെ? ഓറഞ്ച് ജ്യൂസിൽ നമുക്ക് നോക്കിയാൽ ഓറഞ്ച് ആണ് കാണാൻ പറ്റുക. അതാണ് ഫോമിംഗ് പാർട്ട് ഓഫ് ഔട്ട്പുട്ട് ആണ്. ഫിനിഷ്ഡ് ഗുഡ്സിന്റെ പാർട്ടായിട്ട് മാറും, അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസിന്റെ പാർട്ടായിട്ട് മാറുന്ന കാര്യങ്ങളാണ് ഡയറക്ട് മെറ്റീരിയൽ എന്ന് പറഞ്ഞ. ഡയറക്ട് മെറ്റീരിയൽ മനസ്സിലാക്കുക കേട്ടോ. ചിലപ്പോൾ വാട്ടർ യൂസ് ചെയ്യുന്നുണ്ടാവും, വെള്ളം യൂസ് ചെയ്യുന്നുണ്ടാവും, ഷുഗർ യൂസ് ചെയ്യുന്നുണ്ടാവും. അതെല്ലാം എന്താണ്? ഡയറക്ട് മെറ്റീരിയൽ ആണെന്ന് മനസ്സിലാക്കുക. അതെ, നെക്സ്റ്റ് ഡയറക്ട് ലേബർ എന്ന് പറഞ്ഞാൽ ആരുമില്ല, പ്രൊഡക്ഷൻ നടത്തുന്ന ആളെയാണ് നമ്മൾ ഡയറക്ട് ലേബർ എന്ന് വിളിക്കുക. ഓക്കെ, ഡയറക്ട് ലേബർ. ഫോർ എക്സാമ്പിൾ, ഈ ആളുണ്ടല്ലോ, ഇയാളല്ലേ നോർമലി എന്ത് നടത്തുന്നത്? ഇപ്പോ പ്രൊഡക്ഷൻ നടത്തുന്നേ. സോ ഇയാളെ മിസ്റ്റർ എക്സ് എന്ന് വിളിക്കാം. ഓക്കെ, മിസ്റ്റർ എക്സ്. സോ ഇയാളെയാണ് വർക്കർ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഡയറക്ട് ലേബർ എന്ന് വിളിക്കുക. സോ അയാൾക്ക് നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? വേജ് കൊടുക്കേണ്ടി വരും. ഓക്കെ, വേജ് കൊടുക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ഒരു ഗ്ലാസ്സിന് അയാൾക്ക് 5 രൂപയാണ് വേജ് കൊടുക്കുന്നത് വിചാരിക്കുക. ഒരു ഗ്ലാസ്സിന് 5 രൂപ. അപ്പൊ 2 ഗ്ലാസ് ഉണ്ടാക്കിയാൽ 10 രൂപ, 3 ഗ്ലാസ് ഉണ്ടാക്കിയാൽ 15 രൂപ, 4 ഗ്ലാസ് ഉണ്ടാക്കിയാൽ 20 രൂപ. പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഡയറക്ട് ലേബർ എന്ത് കോസ്റ്റ് ആണ്? വേരിയബിൾ കോസ്റ്റ് ആണ് മനസ്സിലാക്കുക. ഡയറക്ട് ലേബർ എന്ത് കോസ്റ്റ് ആണ് മക്കളെ? വേരിയബിൾ കോസ്റ്റ് ആണ്. സോ ഇവിടെ മിസ്റ്റർ എക്സ് ആണ് ഡയറക്ട് ലേബർ. അയാൾക്ക് കൊടുക്കുന്ന വേജ് ആണ് ഡയറക്ട് ലേബർ കോസ്റ്റ്, അല്ലെങ്കിൽ ഡയറക്ട് വേജസ് എന്നും പറയും കേട്ടോ. ഡയറക്ട് ലേബറിന്റെ മറ്റൊരു പേരാണ് ഡയറക്ട് വേജസ്. അതും വേരിയബിൾ കോസ്റ്റ് ആണ് മനസ്സിലാക്കി വെക്കാം. ഇനി ഡയറക്ട് എക്സ്പെൻസ്. സോ ഈ ഡയറക്ട് എക്സ്പെൻസിന് പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് റോയൽറ്റി എന്ന് പറയും. എന്താ പറയാ? റോയൽറ്റി പറയാം കേട്ടോ. എന്താണ് റോയൽറ്റി എന്നുള്ള കാര്യം? സോ താഴെ ഈ എക്സാമ്പിൾ നോക്കുക. റോയൽറ്റിയെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ശ്രദ്ധിക്കുക. സോ എന്താണ് റോയൽറ്റി? സോ മിസ്റ്റർ എം എസ് കെ ആണ് ഈ ഒരു ഓറഞ്ച് ജ്യൂസിന്റെ ഓണർ. മിസ്റ്റർ എക്സ് വർക്കർ മാത്രമാണ് മക്കളെ. സോ മിസ്റ്റർ എം എസ് കെ ആണ് ഇതിന്റെ ഓണർ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പൊ നമ്മുടെ ഈ ഓറഞ്ച് ജ്യൂസിന്റെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടേ, ഈ ഓറഞ്ച് ജ്യൂസിന്റെ ടേസ്റ്റ് കൂടാൻ വേണ്ടി ഒരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ട് വിചാരിക്കുക. എന്തുണ്ട്? സ്പെഷ്യൽ റെസിപ്പി. പക്ഷെ ഈ സ്പെഷ്യൽ റെസിപ്പി നമ്മുടെ കയ്യിലില്ല. ഓക്കെ, മിസ്റ്റർ എം എസ് അല്ലെ, എം എസ് കെയുടെ കയ്യിലില്ല, അല്ലെങ്കിൽ ഓണറുടെ കയ്യിലില്ല. അത് ആ സ്പെഷ്യൽ റെസിപ്പി ഡെവലപ്പ് ചെയ്തത് മിസ്സിസ് വൈ ആണെന്ന് വിചാരിക്കുക. സോ മിസ്സിസ് വൈ ആണ് ആ സ്പെഷ്യൽ റെസിപ്പി ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഡെവലപ്പർ ഓഫ് എന്ത്? സ്പെഷ്യൽ റെസിപ്പി. അല്ലെങ്കിൽ നമുക്ക് മിസ്സിസ് വൈ എന്ത് വിളിക്കാം? ഓണർ ഓഫ് സ്പെഷ്യൽ റെസിപ്പി എന്ന് വിളിക്കാം. ഓണർ ഓഫ് സ്പെഷ്യൽ റെസിപ്പി. ഓക്കെ, അതായത് ഈ മിസ്സിസ് വൈ അല്ലെ, നോളജ് കൊണ്ട് അല്ലെങ്കിൽ റിസർച്ച് കൊണ്ട് ഉണ്ടാക്കിയെടുത്ത റെസിപ്പിയാണ് ഈ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് ഒബ്വിയസ്ലി അവരുടെ ടെക്നിക്കൽ നോഹൗ ആണ്. എന്താണ് മക്കളെ? ടെക്നിക്കൽ നോഹൗ എന്ന് പറഞ്ഞൊന്നുമില്ല, ഓൺ റിസർച്ചിലൂടെ അല്ലെങ്കിൽ എക്സ്പെരിമെന്റേഷനിലൂടെ നോളജിലൂടെ അക്വയർ ചെയ്ത റെസിപ്പിയാണ് അത്. സോ ഇത് ഓൾറെഡി എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടാവും? കോപ്പിറൈറ്റ് അല്ലെങ്കിൽ പാറ്റന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ നമുക്കൊരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ KFC കേസ് അല്ലെ, ഈ KFC ഒരു സ്പെഷ്യൽ റെസിപ്പി ഇല്ലേ? ഓക്കെ, KFC എന്തുണ്ട് മക്കളെ? ഒരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ട്. അത് അവരുടെ അനുവാദം ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ ഈ റെസിപ്പി ഡെവലപ്പ് ചെയ്ത ആരാണ്? മിസ്സിസ് വൈ ആണ്. ഓക്കെ, അപ്പൊ ഈ മിസ്സിസ് വൈയുടെ കൺസെന്റ് ഇല്ലാണ്ട് അല്ലെങ്കിൽ അനുവാദം ഇല്ലാണ്ട് നമുക്ക് ഈ സ്പെഷ്യൽ റെസിപ്പി യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം മിസ്സിസ് വൈ ഇത് ഓൾറെഡി കോപ്പിറൈറ്റും പാറ്റന്റും ചെയ്ത് വെച്ചിട്ടുണ്ടാവും, മനസ്സിലാക്കി വെക്കാം. പക്ഷെ നമുക്ക് ഈ സ്പെഷ്യൽ റെസിപ്പി വേണമല്ലോ അല്ലെ? മിസ്റ്റർ എം എസ് കെ ഓണർക്ക് ഈ സ്പെഷ്യൽ റെസിപ്പി വേണം, നമ്മൾ ഓറഞ്ച് ജ്യൂസിന്റെ ടേസ്റ്റ് കൂടാൻ വേണ്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ സ്പെഷ്യൽ റെസിപ്പി യൂസ് ചെയ്യാനുള്ള റൈറ്റ് പർച്ചേസ് ചെയ്യും. ഓക്കെ, ഈ സ്പെഷ്യൽ റെസിപ്പി യൂസ് ചെയ്യാനുള്ള റൈറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യും. ആരുടെ കയ്യിൽ നിന്ന്? മിസ്സിസ് വൈയുടെ കയ്യിൽ നിന്ന്. ഓക്കെ, അപ്പൊ തിരിച്ച് ചുമ്മാ നമുക്ക് മിസ്സിസ് വൈ തരുമോ മക്കളെ ഈ സ്പെഷ്യൽ റെസിപ്പി? അല്ലെ, ആ റൈറ്റ് പർച്ചേസ് ചെയ്തു, ചുമ്മാ തരൂല. തിരിച്ച് നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? കൺസിഡറേഷൻ കൊടുക്കേണ്ടി വരും. ആ കൺസിഡറേഷനാണ് നമ്മൾ എന്ത് വിളിക്കുക? റോയൽറ്റി എന്ന് വിളിക്കുക മക്കളെ. റോയൽറ്റി നോർമലി നമ്മൾ സെയിൽസിന്റെ ബേസിൽ അല്ലെങ്കിൽ പ്രൊഡക്ഷന്റെ ബേസിലാണ് പറയുക. എന്ന് പറഞ്ഞാൽ
നമ്മള് ഓരോ ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുമ്പോഴും 2 രൂപ വെച്ച് മിസ്സിസ് വൈക്ക് റോയൽറ്റി കൊടുക്കേണ്ടി വരും. ഓക്കെ, മിസ്സിസ് വൈക്ക് എന്ത് കൊടുക്കണം? റോയൽറ്റി കൊടുക്കേണ്ടി വരും. സോ ഇതും വേരിയബിൾ കോസ്റ്റ് ആണ്. ഒരു ഗ്ലാസ് ഉണ്ടാക്കുമ്പോൾ 2, ഇപ്പൊ 2 ഗ്ലാസ് ഉണ്ടാക്കുമ്പോൾ 4 രൂപ കൊടുക്കേണ്ടി വരും അല്ലെ. 3 ഗ്ലാസ് ഉണ്ടാക്കുമ്പോൾ 6 രൂപ കൊടുക്കേണ്ടി വരും. മനസ്സിലാക്കി വെക്കുക. സോ ഇതാണ് പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് ഡയറക്റ്റ് എക്സ്പെൻസ്. ഏത്? റോയൽറ്റി. റോയൽറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കോപ്പി റൈറ്റ് അല്ലെങ്കിൽ പാറ്റന്റ് ചെയ്ത വെച്ച കാര്യത്തിന് അത് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ തിരിച്ച് നമ്മൾ കൺസിഡറേഷൻ ആയിട്ട് എന്ത് കൊടുക്കേണ്ടി വരും? റോയൽറ്റി കൊടുക്കേണ്ടി വരും. റോയൽറ്റി നോർമലി നമ്മൾ പ്രൊഡക്ഷന്റെ ബേസിൽ അല്ലെങ്കിൽ സെയിൽസിന്റെ ബേസിലാണ് പറയാം. സോ ഈ ഒരു എക്സാമ്പിൾ മനസ്സിലായെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പോ നമ്മൾ ഡയറക്റ്റ് കോസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ വരും? അതിൽ ഡയറക്റ്റ് മെറ്റീരിയൽ വരും എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്? ഓറഞ്ച് ആണ് ഡയറക്റ്റ് മെറ്റീരിയൽ. ദെൻ ഡയറക്റ്റ് ലേബർ ആരാണോ പ്രൊഡക്ഷൻ നടത്തുന്നത് അവരാണ്. മിസ്റ്റർ എക്സ് ആണ് ഡയറക്റ്റ് ലേബർ അല്ലെങ്കിൽ വർക്കർ. ദെൻ അവർക്ക് കൊടുക്കുന്നതാണ് വേജ്, ഒരു ഗ്ലാസ്സിന് 5 രൂപ. ദെൻ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ റോയൽറ്റി ആണ്. ആര് കൊടുക്കുന്നത്? മിസ്സിസ് വൈ കൊടുക്കുന്നത്. മനസ്സിലാക്കി വെക്കുക. ഒരു ഗ്ലാസ്സിന് 2 രൂപ വീതം. സോ ഞാൻ വീണ്ടും പറയുന്നു, ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഉണ്ടാവും അതില്? ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസ്. 3 ആണെങ്കിൽ എന്ത് കോസ്റ്റ് ആണ് മക്കളെ? വേരിയബിൾ കോസ്റ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ എക്സാമ്പിൾ ഓക്കെ ആണെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് അത് നമുക്ക് ഏത് നോക്കാം? ഇൻഡയറക്റ്റ് കോസ്റ്റ് നോക്കാം അല്ലേ. ഡയറക്റ്റ് കോസ്റ്റിന് മറ്റൊരു പേര് പ്രൈം കോസ്റ്റ്. ഇൻഡയറക്റ്റ് കോസ്റ്റിന് മറ്റൊരു പേരാണ് എന്ത് മക്കളെ? ഓവർ ഹെഡ് അല്ലേ. 3 ഐറ്റംസ് ആണ് ഉണ്ടാവുക. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. സോ നമുക്ക് ആദ്യം എന്ത് നോക്കാം? ഇൻഡയറക്റ്റ് മെറ്റീരിയൽ നോക്കാം. ഇത് നോക്കാം മക്കളെ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. സോ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ചെറു നോക്കിയാൽ മതി. നോക്കിയേ, ഇതെന്താണ്? സ്പെയർ പാർട്സ് അല്ലേ. നമ്മൾ മെഷീൻസിന്റെ സ്പെയർ പാർട്സ്. ദെൻ മെഷീൻ ഓയിൽ, ഓയിൽ ആൻഡ് ഗ്രീസസ്, ഇതിനെ നമ്മൾ ലൂബ്രിക്കൻസ് എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ലൂബ്രിക്കൻസ്. അതേപോലെ തന്നെ കോട്ടൺ വേസ്റ്റ് അല്ലേ. ഈ ഓയിലും ഗ്രീസും ഒക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് കോട്ടൺ വേസ്റ്റ് അവിടെ ഉണ്ടാവും. എന്തുണ്ടാവും? കോട്ടൺ വേസ്റ്റ്. ഇതിനെയൊക്കെ നമ്മൾ എന്ത് വിളിക്കുക? ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് വിളിക്കാം. സോ നമ്മുടെ എക്സാമ്പിളിൽ ഡയറക്റ്റ് മെറ്റീരിയൽ ആരായിരുന്നു? ഓറഞ്ച് ആയിരുന്നു അല്ലേ. ഓറഞ്ച് എന്ന് പറഞ്ഞാൽ അത് ഔട്ട്പുട്ടിന്റെ പാർട്ടായിട്ട് മാറും. അതായത് ഓറഞ്ച് ജ്യൂസിൽ നമുക്ക് എന്താ കാണാൻ പറ്റുക? ഓറഞ്ച് ആണ് കാണാൻ പറ്റുക. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറൂല? ഔട്ട്പുട്ടിന്റെ പാർട്ടായിട്ട് മാറൂല അല്ലെ. നിങ്ങൾക്ക് ഗ്രീസും ഓയിലും കോട്ടൺ വേസ്റ്റും അല്ലെങ്കിൽ സ്പെയർ പാർട്സ് ഒന്നും നിങ്ങൾക്ക് ഓറഞ്ച് ജ്യൂസിൽ കാണാൻ പറ്റില്ല അല്ലേ. ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇത് ഇടില്ല അതിലോട്ട്. മനസ്സിലാക്കി വെക്കുക. സോ നമ്മുടെ ഓറഞ്ച് ജ്യൂസിന്റെ പാർട്ടായിട്ട് മാറൂല, പക്ഷെ മെറ്റീരിയൽ തന്നെയാണ് അതും. അതിന് നമ്മൾ എന്ത് വിളിക്കുക? ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് വിളിക്കുക. ഡയറക്റ്റ് അല്ല, എന്ത്? ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. ശ്രദ്ധിക്കണേ. സോ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇറ്റ് ഈസ് ഡു നോട്ട് ഫോമിംഗ് പാർട്ട് ഓഫ് ഔട്ട്പുട്ട്. ഓറഞ്ച് ജ്യൂസിൽ അതിനെ കാണാൻ പറ്റില്ല, പക്ഷെ യൂസ് ചെയ്യുന്നുണ്ട്. മനസ്സിലാക്കി വെക്കുക. അതാണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. ഓറഞ്ച് ജ്യൂസിൽ എന്താ കാണാൻ പറ്റുക? ഓറഞ്ച്, വെള്ളം, ഷുഗർ, അത് ഡയറക്റ്റ് ആണ്. ബട്ട് സ്പെയർ പാർട്സ്, ലൂബ്രിക്കൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഓയിൽ, ഗ്രീസസ്, ദെൻ കോട്ടൺ വേസ്റ്റ് എല്ലാം എന്താണ് മക്കളെ? ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആണ്. പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്, പക്ഷെ ഫിനിഷ്ഡ് ഗുഡ്സിന്റെ പാർട്ടായിട്ട് മാറുന്നുണ്ടോ? ഇല്ല. സോ ഇതിനെന്ത് വിളിക്കുക? നമ്മൾ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് വിളിക്കുക. ഇത് ഓക്കെയാണെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് ഇൻഡയറക്റ്റ് ലേബർ. ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞാൽ ആരുമില്ല. ഇപ്പൊ നമ്മള് പ്രൊഡക്ഷൻ നടത്തുന്ന ആളാണ് ഡയറക്റ്റ് ലേബർ അല്ലെ. ഇപ്പം നമ്മുടെ എക്സാമ്പിൾ മിസ്റ്റർ എക്സ് ആണ് ആര്? ഡയറക്റ്റ് ലേബർ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കമ്പനിയിൽ മിസ്റ്റർ എക്സ് മാത്രം ഉണ്ടാവുക, ബാക്കിയുള്ള വർക്കേഴ്സ് ഉണ്ടാവില്ലേ? ബാക്കിയുള്ള വർക്കേഴ്സ് അല്ല, ബാക്കിയുള്ള എംപ്ലോയീസ് ഉണ്ടാവില്ലേ? നമുക്ക് അങ്ങനെ പറയാം, ബാക്കിയുള്ള എംപ്ലോയീസ്. സോ മിസ്റ്റർ എക്സ് ആണ് പ്രൊഡക്ഷൻ നടത്തുന്നത്. പ്രൊഡക്ഷൻ ആരാണ് നടത്തുന്നത്? അയാളാണ് ഡയറക്റ്റ് ലേബർ. ബാക്കിയുള്ള എംപ്ലോയീസ് ഉണ്ടാവുമല്ലോ, അവരെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ലേബർ എന്ന് വിളിക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ നോക്കിയേ, മിസ്റ്റർ എക്സ് പ്രൊഡക്ഷൻ നടത്തുന്നു. ഇതിനെ സൂപ്പർവൈസ് ചെയ്യാൻ ഒരു സൂപ്പർവൈസർ വേണ്ടേ? മിസ്റ്റർ എക്സ് പ്രോപ്പർ ആയിട്ട് പ്രൊഡക്ഷൻ നടത്തുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ അറിയണ്ടേ മക്കളെ? സോ ഒരു സൂപ്പർവൈസർ അപ്പോയിന്റ് ചെയ്യുന്നു. സൂപ്പർവൈസർ പ്രൊഡക്ഷൻ നടത്തുന്നുണ്ടോ? ഇല്ല, പക്ഷെ അവിടുത്തെ വർക്ക് എംപ്ലോയി ആണ് അല്ലേ. സോ അയാൾക്ക് സാലറി കൊടുക്കേണ്ടി വരില്ലേ? ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആണ്. മനസ്സിലാക്കി വെക്കുക. സോ ആരാണോ പ്രൊഡക്ഷൻ നടത്തുന്നത് അയാളാണ് ഡയറക്റ്റ് ലേബർ. ഓക്കെ, ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എംപ്ലോയീസ്. മനസ്സിലാക്കുക. അതേപോലെ ഇപ്പോ ഓഫീസ് ഉണ്ടാകുമ്പോൾ അവിടെ അക്കൗണ്ടന്റ് ഉണ്ടാവും അല്ലെ. അക്കൗണ്ടന്റ് ഉണ്ടാവും, മാനേജേഴ്സ് ഉണ്ടാവും. അവർക്കൊക്കെ എന്ത് കൊടുക്കണം? സാലറി കൊടുക്കേണ്ടി വരും. അത് എന്ത് തന്നെയാണ്? ഇൻഡയറക്റ്റ് ലേബർ ആണ്. സോ ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സാലറി ഓർ വേജ് പെയ്ഡ് ടു അതർ എംപ്ലോയീസ്. അതർ എംപ്ലോയി എന്ന് പറഞ്ഞാൽ മിസ്റ്റർ എക്സ് അല്ലാത്ത ബാക്കിയുള്ള ആളുകൾ. ഓക്കെ, പ്രൊഡക്ഷൻ നടത്തുന്ന ആളാണ് മിസ്റ്റർ എക്സ്. ബാക്കിയുള്ള എംപ്ലോയീസിന് കൊടുക്കുന്നതാണ് എന്ത്? ഇൻഡയറക്റ്റ് ലേബർ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാലറി ഓഫ് സൂപ്പർവൈസർ, അക്കൗണ്ടന്റ്, പ്രൊഡക്ഷൻ മാനേജർ, സെയിൽസ് മാനേജർ, ഡയറക്ടർ, ആരും ആവാം. ഓക്കെ, പക്ഷെ പ്രൊഡക്ഷൻ നടത്തുന്ന ആളല്ല. പ്രൊഡക്ഷൻ നടത്തുന്ന ആൾക്ക് നമ്മൾ വേജ് കൊടുക്കും, ഡയറക്റ്റ് വേജ് കൊടുക്കും. ബാക്കിയുള്ള ആളുകളെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ലേബർ എന്ന് വിളിക്കുക. സോ ഇത് ഓക്കെ ആണെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. സോ
അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞേ? ഇപ്പൊ ഏതിനെ കുറിച്ചാണ് പറയുന്നത്? ഇൻഡയറക്ട് കോസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇൻഡയറക്ട് മെറ്റീരിയൽ പറഞ്ഞു, ദെൻ ഇൻഡയറക്ട് ലേബർ പറഞ്ഞു. ദെൻ നെക്സ്റ്റ് ആണ് എന്ത്? ഇൻഡയറക്ട് എക്സ്പെൻസ്. വളരെ ഈസിയാണ്. ഇൻഡയറക്ട് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ മിസലേനിയസ് ആണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോ ഡയറക്ട് മെറ്റീരിയൽ പറഞ്ഞു, ഡയറക്ട് ലേബർ പറഞ്ഞു, ഡയറക്ട് എക്സ്പെൻസ് പറഞ്ഞു, ഇൻഡയറക്ട് മെറ്റീരിയൽ പറഞ്ഞു, ഇൻഡയറക്ട് ലേബർ പറഞ്ഞു. ഓക്കെ, ഇതല്ലാത്ത ബാക്കിയുള്ള എക്സ്പെൻസ് ഉണ്ടാവില്ലേ? അതെല്ലാം ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ്. എന്ന് പറഞ്ഞാൽ ഡയറക്ട് മെറ്റീരിയൽ, ഡയറക്ട് ലേബർ, ഡയറക്ട് എക്സ്പെൻസ്, ഇൻഡയറക്ട് മെറ്റീരിയൽ, ഇൻഡയറക്ട് ലേബർ, ഇതല്ലാത്ത ബാക്കിയുള്ള എക്സ്പെൻസ് ഉണ്ടാവില്ല. അതാണ് മിസിലേനിയസ് എന്ന് പറഞ്ഞത്. ബാക്കിയുള്ള എക്സ്പെൻസ് ഉണ്ടാവില്ലേ? അത് എന്ത് വിളിക്കുക? നമ്മൾ ഇൻഡയറക്ട് എക്സ്പെൻസ് എന്ന് വിളിക്കുക. എന്ന് പറഞ്ഞാൽ എക്സ്പെൻസസ് അതർ ദാൻ ഡയറക്ട് കോസ്റ്റ്. ഈ ഡയറക്ട് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ വരും മക്കളെ അതില്? സോ ഡയറക്ട് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്ട് മെറ്റീരിയൽ, ഡയറക്ട് ലേബർ, ഡയറക്ട് എക്സ്പെൻസ് വരും. അതേപോലെ ഇൻഡയറക്ട് മെറ്റീരിയലും ഇൻഡയറക്ട് ലേബറും. ഇവയല്ലാത്ത ബാക്കിയുള്ള എല്ലാ എക്സ്പെൻസും എന്താണ്? ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റെന്റ് അല്ലെ? റെന്റ് ഡയറക്ട് മെറ്റീരിയൽ അല്ല, ഡയറക്ട് ലേബർ അല്ല, ഡയറക്ട് എക്സ്പെൻസ് അല്ല. ഇൻഡയറക്ട് മെറ്റീരിയൽ അല്ല, ഇൻഡയറക്ട് ലേബർ അല്ല, പിന്നെ എന്താണ്? ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ്. അതേപോലെ ഇൻഷുറൻസ് ഡയറക്ട് അല്ല, ഡി എം അല്ല, ഡി എൽ അല്ല, ഡി അല്ല, ഐ എം അല്ല, ഐ എൽ അല്ല, ഇൻഡയറക്ട് മെറ്റീരിയൽ അല്ല, ഇൻഡയറക്ട് ലേബർ അല്ല. അപ്പൊ എന്താണ്? ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ്. അതേപോലെ ടെലിഫോൺ ചാർജസ്, ബാക്കിയുള്ള എല്ലാ എക്സ്പെൻസും, ഓക്കെ, കമ്മീഷൻ, ബാക്കിയുള്ള എല്ലാ എക്സ്പെൻസും എന്താണ്? ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ്. മനസ്സിലാക്കുക. സോ എക്സ്പെൻസസ് അതർ ദാൻ ഡയറക്ട് കോസ്റ്റ്, ഇൻഡയറക്ട് മെറ്റീരിയൽ, ഇൻഡയറക്ട് ലേബർ ഇസ് കോൾഡ് എന്ത്? ഇൻഡയറക്ട് എക്സ്പെൻസസ്. സോ ഇതും ഓക്കെ ആണെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. സോ ഇൻഡയറക്ട് കോസ്റ്റിന്റെ മറ്റൊരു പേരാണ് ഓവർ ഹെഡ്. ഓവർ ഹെഡ് ഇൻഡയറക്ട് മെറ്റീരിയൽ വരാം, ഇൻഡയറക്ട് ലേബർ വരാം, അതേപോലെ എന്തും വരാം? ഇൻഡയറക്ട് എക്സ്പെൻസ് വരാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓവർ ഹെഡ് വേരിയബിൾ ആവാം, ഫിക്സ്ഡ് ആവാം, ബട്ട് മെജോറിറ്റി ആരായിരിക്കും? ഫിക്സ്ഡ് ആയിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ സാലറി കൊടുക്കുന്നത് ഫിക്സ്ഡ് ആണ്, റെന്റ് കൊടുക്കുന്നത്, ഇൻഷുറൻസ് എല്ലാം എന്താണ് മക്കളെ? നോർമലി ഫിക്സ്ഡ് ആണ് അല്ലേ? നമുക്ക് മെജോറിറ്റി എന്ത് കാണാനേ പറ്റുള്ളൂ? ഫിക്സ്ഡ് കോസ്റ്റേ കാണാൻ പറ്റുള്ളൂ. ദെൻ നമുക്ക് ഇപ്പോ വേരിയബിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കമ്മീഷൻ കൊടുക്കാം. ഓക്കെ, കമ്മീഷൻ എന്താ? കമ്മീഷൻ എന്ന് പറഞ്ഞാൽ സെയിൽസിന്റെ മുകളിലാണ് കമ്മീഷൻ കൊടുക്കുക അല്ലെ? സെയിൽസ് കൂടുമ്പോൾ കമ്മീഷൻ കൂടും, സെയിൽസ് കുറയുമ്പോൾ കമ്മീഷൻ കുറയും. അപ്പോൾ ഓവർഹെഡിന് വേരിയബിൾ പോർഷൻ ആയിട്ട് എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റിയ നോർമലി കമ്മീഷൻ ആണ്. ബാക്കി മെജോറിറ്റി എല്ലാം എന്തായിരിക്കും? ഫിക്സ്ഡ് ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ ഇൻഡയറക്ട് കോസ്റ്റും ഓക്കെ ആണെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ വേരിയബിലിറ്റിയുടെ ബേസിൽ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, അതേപോലെ തന്നെ എലമെന്റ് വൈസ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ നേച്ചർ വൈസ് ക്ലാസിഫിക്കേഷൻ, ട്രേസബിലിറ്റിന്റെ ബേസിലും ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ദെൻ തേർഡ് ക്ലാസിഫിക്കേഷൻ ആണ് ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് അല്ലെങ്കിൽ ഓവർഹെഡ് എന്ന് പറയും കേട്ടോ. കോസ്റ്റിന്റെ അല്ലെങ്കിൽ ഓവർഹെഡിന്റെ എന്ത് മക്കളെ? ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ. സോ ഓവർഹെഡിനെ പ്രധാനമായിട്ടും നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യും. എത്ര ക്ലാസിഫൈ ചെയ്യും? മൂന്നായിട്ട്. ഏതൊക്കെയാണ്? പ്രൊഡക്ഷൻ ഓവർഹെഡ് ഉണ്ട്, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ഉണ്ട്, അതേപോലെ എന്തുണ്ട്? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ഉണ്ട്. എല്ലാം അതിന്റെ പേരിൽ തന്നെയുണ്ട്. പ്രൊഡക്ഷൻ ഓവർഹെഡ്, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. മനസ്സിലാക്കുക, ഇതെല്ലാം എന്താണ്? ഓവർഹെഡ് ആണ്. ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്ട് കോസ്റ്റ് ആണ്. ഓവർഹെഡിൽ ഡയറക്ട് കോസ്റ്റ് വരൂല, പ്രൈം കോസ്റ്റ് അല്ല. ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്ട് കോസ്റ്റ് ആണ്. ഇൻഡയറക്ട് മെറ്റീരിയൽ, ഇൻഡയറക്ട് ലേബർ, ഇൻഡയറക്ട് എക്സ്പെൻസസ്. അപ്പോ ഫസ്റ്റ് നമുക്ക് എന്ത് നോക്കാം? എന്താണ് പ്രൊഡക്ഷൻ ഓവർഹെഡ് നോക്കാം. ഒന്നുമില്ല, പ്രൊഡക്ഷൻ ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡയറക്ട് കോസ്റ്റ് റിലേറ്റഡ് ടു ഫാക്ടറി ഓർ പ്രൊഡക്ഷൻ. ഫാക്ടറിയുമായി ബന്ധപ്പെട്ട റിലേഷൻ നോക്കണേ. എന്തുമായി ബന്ധപ്പെട്ട? ഫാക്ടറിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഡയറക്ട് കോസ്റ്റും എന്താണ്? പ്രൊഡക്ഷൻ ഓവർഹെഡ് ആണ്. സോ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഡയറക്ട് കോസ്റ്റ്, നോട്ട് ഡയറക്ട്, ഓക്കെ, ഇൻഡയറക്ട് കോസ്റ്റ് എന്താണ്? പ്രൊഡക്ഷൻ ഓവർഹെഡ് ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെഷീൻ സ്പെയർ പാർട്സ് അല്ലേ? ഫാക്ടറിയുമായി ബന്ധപ്പെട്ടതല്ലേ? മെഷീനുമായി ബന്ധപ്പെട്ടതല്ലേ? മെഷീൻ സ്പെയർ പാർട്സ്. സാലറി ഓഫ് സൂപ്പർവൈസർ, സൂപ്പർവൈസർ എവിടെ ഉണ്ടാവുക? ഫാക്ടറിയിലാണ് ഉണ്ടാവുക, അയാൾക്ക് കൊടുക്കുന്ന സാലറി. ദെൻ ഡിപ്രീസിയേഷൻ ഓഫ് മെഷീൻ അല്ലേ? മെഷീന്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് മെഷീൻ എവിടെ ഉണ്ടാവുക? ഫാക്ടറിയിൽ ഉണ്ടാവുക, അപ്പൊ അതിന്റെ ഡിപ്രീസിയേഷൻ. ദെൻ റെന്റ് ഓഫ് ഫാക്ടറി ബിൽഡിംഗ്, ഓക്കെ, ഫാക്ടറി ബിൽഡിങ്ങിന്റെ റെന്റ് എല്ലാം എന്താണ്? ഓവർഹെഡ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓവർഹെഡിൽ ആരൊക്കെ വരും? ഇൻഡയറക്ട് മെറ്റീരിയൽ വരും, ഇൻഡയറക്ട് ലേബർ വരും, ആരും വരും? ഇൻഡയറക്ട് എക്സ്പെൻസും വരും. അപ്പോ ഇതില് ഇൻഡയറക്ട് മെറ്റീരിയൽ വരും, ഇൻഡയറക്ട് ലേബർ വരും, ഇൻഡയറക്ട് എക്സ്പെൻസ് വരും റിലേറ്റഡ് ടു ഫാക്ടറി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ മെഷീൻ സ്പെയർ പാർട്സ് എന്താണ്? ഇൻഡയറക്ട് മെറ്റീരിയൽ ആണ് അല്ലേ? റിലേറ്റഡ് ടു ഫാക്ടറി. ദെൻ സാലറി ഓഫ് സൂപ്പർവൈസർ ആരാണ്? ഇൻഡയറക്ട് ലേബർ ആണ്, റിലേറ്റഡ് ടു ഫാക്ടറി. ദെൻ ഈ ഡിപ്രീസിയേഷൻ റെന്റ് എന്താണ്?
ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ് റിലേറ്റഡ് ടു ഫാക്ടറി, മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്ട് മെറ്റീരിയൽ, ഇൻഡയറക്ട് ലേബർ, ഇൻഡയറക്ട് എക്സ്പെൻസ് വരും. അത് ഫാക്ടറിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അതിനെന്ത് വിളിക്കും നമ്മൾ? പ്രൊഡക്ഷൻ ഓവർഹെഡ് എന്ന് വിളിക്കും, മനസ്സിലാക്കി വെക്കാം. ഇനി നെക്സ്റ്റ്, അപ്പൊ എന്താണ് ഇനി അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്? വളരെ ഈസിയാണ്. നേരത്തെ ഫാക്ടറിയുമായി ബന്ധപ്പെട്ടതല്ലേ, ഇത് ഓഫീസുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടത്. സോ ഇൻഡയറക്ട് കോസ്റ്റ് റിലേറ്റഡ് ടു ഓഫീസ് ഓർ അഡ്മിനിസ്ട്രേഷൻ ഈസ് കോൾഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റേഷനറി ഐറ്റംസ്, ഇപ്പോ പെൻ അല്ലെ, പെന്ന് പെൻസിലൊക്കെ നമുക്ക് നോർമലി എവിടെ കാണാൻ പറ്റുക? ഓഫീസിലാണ് കാണാൻ പറ്റുക. ദെൻ സാലറി ഓഫ് അക്കൗണ്ടന്റ്, അക്കൗണ്ടന്റിന് നമുക്ക് എവിടെ കാണാൻ പറ്റുക? ഓഫീസിലാണ് കാണാൻ പറ്റുക. ഡിപ്രീസിയേഷൻ ഓഫ് ഓഫീസ് കമ്പ്യൂട്ടർ, ഓക്കെ, നമ്മുടെ ഓഫീസിലെ കമ്പ്യൂട്ടറിന്റെ ഡിപ്രീസിയേഷൻ. ജസ്റ്റ് 1 മിനിറ്റ്. ഓക്കെ, സോ ഓഫീസിലെ കമ്പ്യൂട്ടറിന്റെ എന്ത്? ഡിപ്രീസിയേഷൻ. അതേപോലെ ഓഫീസ് ബിൽഡിങ്ങിന്റെ റെന്റ്. ഓക്കെ, അപ്പൊ ഡിപ്രീസിയേഷൻ ഉള്ള വേർഡല്ലേ നോക്കിയത്. ഇപ്പൊ നേരത്തെ പ്രൊഡക്ഷൻ ഓവർഹെഡ് പറഞ്ഞു, ഡിപ്രീസിയേഷൻ പറഞ്ഞായിരുന്നു, റെന്റും പറഞ്ഞായിരുന്നു. എന്തുമായി ബന്ധപ്പെട്ടത് നോക്കുക? മെഷീന് ഫാക്ടറി ഉണ്ടാവുക, അപ്പൊ അതുമായി ബന്ധപ്പെട്ടത് ഡിപ്രീസിയേഷൻ പ്രൊഡക്ഷൻ ഓവർഹെഡ് ആണ്. ഇത് ഓഫീസ് കമ്പ്യൂട്ടർ ആണ്, ഓഫീസ് കമ്പ്യൂട്ടർ ഓഫീസിനാണ് ഉണ്ടാവുക, അതിന് ഡിപ്രീസിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആണ്. ഓഫീസ് ബിൽഡിങ്ങിന്റെ റെന്റ് ഓഫീസുമായി ബന്ധപ്പെട്ടതാണ്, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആണ്. ഇനി ഈ കമ്പ്യൂട്ടർ ഫാക്ടറിയിലാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഫാക്ടറിയിൽ കമ്പ്യൂട്ടർ ഉണ്ടായിക്കൂടെ മക്കളെ? സോ ഫാക്ടറിയിലാണെന്ന് വിചാരിക്കുക, അതെന്ത് ഓവർഹെഡ് ആയിരിക്കും? ഫാക്ടറി ഓവർഹെഡ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓവർഹെഡ് ആയിരിക്കും, മനസ്സിലാക്കി വെക്കുക. എവിടെ എന്തുമായി ബന്ധപ്പെട്ടെന്ന് നോക്കുക. ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്ട് മെറ്റീരിയൽ വരും, ഇൻഡയറക്ട് ലേബർ വരും, ഇൻഡയറക്ട് എക്സ്പെൻസ്. ഈ സ്റ്റേഷനറി ഐറ്റംസ് ഉണ്ടല്ലോ, പെന്ന് പെൻസിൽ എല്ലാം ഇൻഡയറക്ട് മെറ്റീരിയൽ ആണ്. സാലറി ഓഫ് അക്കൗണ്ടന്റ് ഇൻഡയറക്ട് ലേബർ ആണ്. ഡിപ്രീസിയേഷൻ റെന്റ് എന്താണ്? ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ്, മനസ്സിലാക്കി വെക്കുക. ഇതാണ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എന്ന് പറഞ്ഞ. ദെൻ ഇനി എന്താണ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്? ഏതുമായി ബന്ധപ്പെട്ടതായിരിക്കും? സെയിൽസും ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട ഇൻഡയറക്ട് കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് എന്ന് വിളിക്കുക. ഇൻഡയറക്ട് കോസ്റ്റ് റിലേറ്റഡ് ടു സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാക്കിംഗ് മെറ്റീരിയൽ, സെയിൽ ചെയ്യാൻ നമുക്ക് പാക്ക് ചെയ്യണ്ടേ? ഓക്കെ, ബോക്സിലൊക്കെ ആക്കേണ്ടി വരില്ലേ, കവറിലാക്കേണ്ടി വരില്ലേ? സോ പാക്കിംഗ് മെറ്റീരിയൽ. സാലറി ഓഫ് സെയിൽസ് മാനേജർ, ഡിപ്രീസിയേഷൻ ഓഫ് ഫർണിച്ചർ ഇൻ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, അല്ലെ, സെയിൽസുമായി ബന്ധപ്പെട്ടാണ് സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഓഫീസിലാണെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ, ഫാക്ടറിയിലാണെങ്കിൽ പ്രൊഡക്ഷൻ, മനസ്സിലാക്കുക. സോ ഡിപ്രീസിയേഷൻ ഓഫ് ഫർണിച്ചർ ഇൻ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്. ദെൻ റെന്റ് ഓഫ് വെയർ ഹൗസ്. എന്താ വെയർ ഹൗസ്? നമ്മൾ പ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ എവിടെ കീപ്പ് ചെയ്യും? ഫിനിഷ്ഡ് ഗുഡ്സിനെ വെയർ ഹൗസിൽ കീപ്പ് ചെയ്യും. സെയിൽ എപ്പോഴാണ് വരുന്നത്? അപ്പൊ വിൽക്കാൻ വേണ്ടിയിട്ട്. സോ വെയർ ഹൗസിന്റെ റെന്റ്. അതേപോലെ തന്നെ കമ്മീഷൻ, കമ്മീഷൻ ഓൺ സെയിൽസ്, കമ്മീഷൻ ഓൺ സെയിൽസ്. ഓക്കെ, കമ്മീഷൻ ഓൺ സെയിൽസ് എന്ത് കോസ്റ്റ് ആണ്? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ആണ്, അല്ലെങ്കിൽ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആണ്. ഞാൻ വീണ്ടും പറയുന്നു, ഇവിടെയും ഇൻഡയറക്ട് മെറ്റീരിയൽ. ആരാണ് ഇവിടുത്തെ ഇൻഡയറക്ട് മെറ്റീരിയൽ? പാക്കിംഗ് മെറ്റീരിയൽ ആണ് ഇവിടുത്തെ ഇൻഡയറക്ട് മെറ്റീരിയൽ. സാലറി ഓഫ് സെയിൽസ് മാനേജർ ആണ് ഇൻഡയറക്ട് ലേബർ. ബാക്കിയെല്ലാം ഡിപ്രീസിയേഷൻ, റെന്റ്, കമ്മീഷൻ എല്ലാം എന്താണ്? ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ്. സോ ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ മൂന്നും വരും. അത് ഇൻഡയറക്ട് മെറ്റീരിയൽ വരും, ഇൻഡയറക്ട് ലേബർ വരും, ഇൻഡയറക്ട് എക്സ്പെൻസ് വരും. അത് ഫാക്ടറിയുമായി ബന്ധപ്പെട്ട പ്രൊഡക്ഷൻ ഓവർഹെഡ്, അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്, സെയിൽസുമായി ബന്ധപ്പെട്ട സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. സോ ഈ ഫങ്ഷണൽ ക്ലാസിഫിക്കേഷനും ഓക്കെ ആണെന്ന് എക്സ്പെക്ട് ചെയ്യും. സോ ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പൊ നമ്മൾ പ്രൊഡക്ഷൻ ഓവർഹെഡിനെ കുറിച്ച് പറഞ്ഞല്ലോ. എന്താണ് പ്രൊഡക്ഷൻ ഓവർഹെഡ്? ഇൻഡയറക്ട് കോസ്റ്റ് റിലേറ്റഡ് ടു ഫാക്ടറി ഓർ പ്രൊഡക്ഷൻ. ഈ പ്രൊഡക്ഷൻ ഓവർഹെഡിന്റെ മറ്റു പേരുകൾ കൂടി നിങ്ങൾ പ്രോപ്പർ ആയിട്ട് അറിഞ്ഞിരിക്കണേ. സോ പ്രൊഡക്ഷൻ ഓവർഹെഡിനെ നമ്മൾ പ്രൊഡക്ഷൻ ഓവർഹെഡ് ഈസ് ഓൾസോ നോൺ ആസ് ഫാക്ടറി ഓവർഹെഡ് എന്ന് വിളിക്കും. ഓക്കെ, ഫാക്ടറിയുമായി ബന്ധപ്പെട്ടതല്ലേ. വർക്ക്സ് ഓവർഹെഡ് എന്ന് വിളിക്കും. ദിസ് ഇസ് ഇമ്പോർട്ടന്റ്, എസ്പെഷ്യലി നമ്മൾ കോസ്റ്റ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇത് ആവശ്യമായി വരും കേട്ടോ. വർക്ക്സ് ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എന്തെന്നെയാണ്? പ്രൊഡക്ഷൻ ഓവർഹെഡ് ആണ്. ദെൻ ഓപ്പറേഷണൽ ഓവർഹെഡ് എന്ന് വിളിക്കും, മാനുഫാക്ചറിങ് ഓവർഹെഡ് എന്ന് വിളിക്കും. എന്താണെങ്കിലും ഇതെല്ലാം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഫാക്ടറിയുമായി ബന്ധപ്പെട്ടതാണ്, പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. പ്രൊഡക്ഷൻ ഓവർഹെഡിന്റെ മറ്റു പേരുകളാണ്, മനസ്സിലാക്കുക. ഏതൊക്കെയാണ്? ഫാക്ടറി ഓവർഹെഡ്, വർക്ക്സ് ഓവർഹെഡ്, ഓപ്പറേഷണൽ ഓവർഹെഡ്, അതേപോലെ മാനുഫാക്ചറിങ് ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ എല്ലാം എന്താണ് മക്കളെ? പ്രൊഡക്ഷൻ ഓവർഹെഡ് ആണ്. ദെൻ ഒരു കാര്യം കൂടെ, ഈ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ഉണ്ടല്ലോ, ഇതും കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആവശ്യമായി വരും. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ഉണ്ടല്ലോ, അത് പ്രധാനമായിട്ട് 2 തരത്തിലാണ് ഉണ്ടാവുക. റിലേറ്റഡ് ടു ഫാക്ടറി, ഫാക്ടറിയുമായി ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേഷൻ വരെ, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ എന്നും പറയും. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ റിലേറ്റഡ് ടു ഫാക്ടറിയുമായി ബന്ധപ്പെട്ടത്. അതായത് ഫാക്ടറിയുടെ കാര്യം നോക്കാൻ വേണ്ടി നമുക്ക് സെപ്പറേറ്റ്
ഒരു ഓഫീസ് ഉണ്ട് വിചാരിക്കുക. ഓക്കെ, ഫാക്ടറിയുടെ കാര്യം മാത്രം നോക്കാൻ വേണ്ടിയിട്ട്. സോ അതാണ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് റിലേറ്റഡ് ടു ഫാക്ടറി ഓർ പ്രൊഡക്ഷൻ. ബാക്കിയെല്ലാം ഏത് കാറ്റഗറി വരും? ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡും വരും. മനസ്സിലാക്കുക. അപ്പോൾ ഈ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡിന്റെ ക്ലാസിഫിക്കേഷൻ എസ്പെഷ്യലി ഫോർ പ്രിപ്പറേഷൻ ഓഫ് കോസ്റ്റ് ഷീറ്റ് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. യെസ്. ഇനി നമുക്ക് ഇത്രയും ഡാറ്റ വെച്ച് നമുക്ക് ചെറിയൊരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് നോക്കാം. എന്ത് മക്കളെ? കോസ്റ്റ് ഷീറ്റ്. നമ്മുടെ സെയിം എക്സാമ്പിൾ കേട്ടോ. ഏതായിരുന്നു സെയിം എക്സാമ്പിൾ? ഓറഞ്ച് ജ്യൂസ് മേക്കിംഗ്. ഓക്കെ, ഓറഞ്ച് ജ്യൂസ് മേക്കിംഗ്. ശ്രദ്ധിച്ചിരിക്കണേ. കോസ്റ്റ് ഷീറ്റ് സിമ്പിൾ കോസ്റ്റ് ഷീറ്റ് ആണ്. ശരിക്കും കോസ്റ്റ് ഷീറ്റ് എലാബറേറ്റ് ആയിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം. നമുക്ക് സ്റ്റോക്കിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ വരും. ഇവിടെ സ്റ്റോക്കിനെ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇൻവെന്ററീസ് ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. സിമ്പിൾ ആയിട്ടുള്ള ഒരു കോസ്റ്റ് ഷീറ്റ് ആണ്. സിമ്പിൾ കോസ്റ്റ് ഷീറ്റ് ആണ്. ഇപ്പൊ നമ്മൾ ഓറഞ്ച് ജ്യൂസ് ഒരു 1000 ഗ്ലാസ് ഉണ്ടാക്കി വിചാരിക്കുക. എത്ര ഗ്ലാസ് ഉണ്ടാക്കി മക്കളെ? 1000 ഗ്ലാസ്. ബാക്കിയെല്ലാം നമ്മുടെ സെയിം എക്സാമ്പിൾ ആണ്. 1000 ഗ്ലാസ് ഉണ്ടാക്കി. അപ്പൊ കോസ്റ്റ് ഷീറ്റിൽ നമ്മൾ ഫസ്റ്റ് കാണിക്കേണ്ട ഐറ്റം ആണ് ഏത്? ഡയറക്റ്റ് മെറ്റീരിയൽ. കോസ്റ്റ് ഷീറ്റിൽ നമ്മൾ ആദ്യം കാണിക്കുക മക്കളെ ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു നമ്മുടെ ഡയറക്റ്റ് മെറ്റീരിയൽ? ഓറഞ്ച് അല്ലെ? ഓറഞ്ച് ആയിരുന്നു ഡയറക്റ്റ് മെറ്റീരിയൽ. അപ്പൊ നമ്മൾ എത്ര ഗ്ലാസ് ഉണ്ടാക്കുന്നത്? വേരിയബിൾ കോസ്റ്റ് അല്ലേ? പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ചേഞ്ച് ചെയ്യില്ലേ? ഒരു ഗ്ലാസിന് നമുക്കറിയാം 10 രൂപയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഒരു ഗ്ലാസിന് 10 ആണ്. അങ്ങനെ എത്ര ഗ്ലാസ് ഉണ്ടാക്കുന്നത്? 1000 ഗ്ലാസ് ആണ്. അപ്പൊ 1000 into 10 എത്ര വരും? 10,000 എന്ന് വരും. ദെൻ ഡയറക്ട് ലേബർ. നമ്മുടെ എക്സാമ്പിൾ ഡയറക്ട് ലേബർ ആരായിരുന്നു? മിസ്റ്റർ എക്സ് അല്ലേ? മിസ്റ്റർ എക്സ് ആണ് വർക്കർ, പ്രൊഡക്ഷൻ നടത്തുന്ന ആള്. അയാൾക്ക് വേജ് കൊടുക്കണ്ടേ? ഒരു ഗ്ലാസിന് 5 രൂപയാണ് അയാൾക്ക് വേജ് കൊടുക്കുന്നത് അല്ലേ? സോ ഒരു ഗ്ലാസിന് നമ്മൾ 5 രൂപയാണ് വേജ് കൊടുക്കുന്നത്. അങ്ങനെ എത്ര ഗ്ലാസ് ഉണ്ടാക്കുന്നത്? 1000. അപ്പൊ 1000 into 5 എത്ര വരും മക്കളെ? 5000 വരും. ദെൻ ഡയറക്ട് എക്സ്പെൻസ് ആരായിരുന്നു? നമ്മുടെ മിസ്സിസ് വൈക്ക് കൊടുത്ത റോയൽറ്റി അല്ലേ? മിസ്സിസ് വൈക്ക് കൊടുത്ത റോയൽറ്റി. നമ്മൾ ഒരു ഗ്ലാസിന് 2 രൂപ വെച്ചുള്ള റോയൽറ്റി കൊടുക്കുന്നേ. അപ്പൊ 1000 ഗ്ലാസിന് നമ്മൾ എത്ര റോയൽറ്റി കൊടുക്കും? 2000 റോയൽറ്റി കൊടുക്കും. ഇത് മൂന്നും എന്ത് കോസ്റ്റ് ആണ്? വേരിയബിൾ കോസ്റ്റ് ആണ്, ഡയറക്ട് കോസ്റ്റ് ആണ്. ഡയറക്ട് കോസ്റ്റിന്റെ മറ്റൊരു പേരാണ് എന്ത്? പ്രൈം കോസ്റ്റ്. നമ്മൾ പറഞ്ഞല്ലേ പ്രൈം കോസ്റ്റ്. സോ പ്രൈം കോസ്റ്റ് എത്ര വരും? ഇത് മൂന്നും കൂട്ടുക. 10,000 പ്ലസ് 5,000 പ്ലസ് 2,000 എത്ര വരും മക്കളെ? 17. അപ്പൊ നമുക്ക് പ്രൈം കോസ്റ്റ് എത്ര കിട്ടി? 17,000 കിട്ടുമല്ലോ. എങ്ങനെ പ്രൈം കോസ്റ്റ് കാണാം? ഡയറക്ട് മെറ്റീരിയൽ, ഡയറക്ട് ലേബർ ആൻഡ് ഡയറക്ട് എക്സ്പെൻസസ് മൂന്നും കൂട്ടി നമുക്ക് എന്ത് കിട്ടും? പ്രൈം കോസ്റ്റ് കിട്ടും. സോ പ്രൈം കോസ്റ്റ് ഓൾവേസ് എന്ത് കോസ്റ്റ് ആയിരിക്കും? വേരിയബിൾ കോസ്റ്റ് ആയിരിക്കും. കാരണം ഈ 3 എലിമെന്റ്സ് വേരിയബിൾ കോസ്റ്റ് അല്ലേ. അപ്പൊ പ്രൈം കോസ്റ്റ് എന്തായിരിക്കും? വേരിയബിൾ കോസ്റ്റ് ആയിരിക്കും. ഡയറക്ട് കോസ്റ്റ് ആണ്, വേരിയബിൾ കോസ്റ്റ് ആണ്. ദെൻ ഇതിന്റെ കൂടെ ഇപ്പൊ നമ്മൾ ഡയറക്ട് അല്ലെ ഡയറക്ട് കോസ്റ്റിനെ എല്ലാം പറഞ്ഞു. ഇനി നമുക്ക് ഇൻഡയറക്ട് കോസ്റ്റ് ഉണ്ടല്ലോ, ഓവർഹെഡ് ഉണ്ട് അല്ലെ? ഓവർഹെഡ് പ്രധാനമായിട്ടും 3 തരത്തിലാണ്. പ്രൊഡക്ഷൻ ഓവർഹെഡ്, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്, ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ. സോ ഈ പ്രൈം കോസ്റ്റിന്റെ കൂടെ ഇനി നമ്മൾ എന്ത് ആഡ് ചെയ്യും? പ്രൊഡക്ഷൻ ഓവർഹെഡ് ആഡ് ചെയ്യും. സോ പ്രൊഡക്ഷൻ ഓവർഹെഡിന്റെ മറ്റു പേര് എന്തൊക്കെയാണ്? ഓപ്പറേഷൻ ഓവർഹെഡ്, വർക്ക്സ് ഓവർഹെഡ്, മാനുഫാക്ചറിങ് ഓവർഹെഡ്, ഫാക്ടറി ഓവർഹെഡ്. അത് നമ്മൾ എന്ത് ചെയ്യും മക്കളെ? ആഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ അസ്യൂം ചെയ്താണ് 3000 ആണെന്ന് വിചാരിക്കാം. എത്രയാണ്? 3000. അപ്പൊ നമുക്ക് ഈ പ്രൈം കോസ്റ്റിന്റെ കൂടെ പ്രൊഡക്ഷൻ ഓവർഹെഡ് ആഡ് ചെയ്ത് നമുക്ക് ഫാക്ടറി കോസ്റ്റ് കിട്ടും. എന്ത് കിട്ടും മക്കളെ? ഫാക്ടറി കോസ്റ്റ്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ വർക്ക് കോസ്റ്റ് എന്ന് വിളിക്കുകയും വർക്ക് കോസ്റ്റ് ഓക്കെ, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് വിളിക്കും. എന്തും വിളിക്കാം. സോ എത്രയാണ് വരിക? അത് 20,000 ആണ്. 20,000 കിട്ടിയേ 17,000 പ്ലസ് 3,000 20,000. ഇനി ഞാൻ പറഞ്ഞല്ലോ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് 2 തരത്തിലാവാം. റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ആവാം, ജനറൽ അഡ്മിനിസ്ട്രേഷൻ ആവാം. സോ ഇനി ഇതിന്റെ കൂടെ ആരുടെ കൂടെ? ഫാക്ടറി കോസ്റ്റിന്റെ കൂടെ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് സെപ്പറേറ്റ് ഓഫീസ് ഉണ്ട്, അല്ലെങ്കിൽ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് സെപ്പറേറ്റ് ഓഫീസ് ഉണ്ട്. അതിന്റെ ഓവർഹെഡ് നമ്മൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്യും. എത്രയാന്ന് വിചാരിക്കുക? 5,000. അപ്പൊ 20,000 കൂടെ 5,000 ആഡ് എത്ര കിട്ടും? 25,000 എന്ന് വിളിക്കും. ഇതിനെ നമ്മൾ എന്ത് വിളിക്കുക? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വിളിക്കുക. എന്താ വിളിക്കുക മക്കളെ? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇനി നമുക്ക് ജനറൽ ഉണ്ട് അല്ലെ? അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് റിലേറ്റഡ് ടു ഫാക്ടറി കഴിഞ്ഞു. ഇനി ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. ആരും ഉണ്ട്? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ഉണ്ട്. സോ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് 10,000 ആണെന്ന് അസ്യൂം ചെയ്യുക. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ 15,000 ആണെന്ന് അസ്യൂം ചെയ്യുക. സോ ഈ 25,000 കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 50,000 എന്ന് കിട്ടും അല്ലെ? ആ 50,000 വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ ഇതാണ് ശരിക്കും നമ്മുടെ കമ്പനിയുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഈസി ടോട്ടൽ കോസ്റ്റ്. ഇത്രയും കോസ്റ്റ് അല്ലേ വരുള്ളൂ മക്കളെ? ഡയറക്ട് കോസ്റ്റും ഇൻഡയറക്ട് കോസ്റ്റ് മാത്രമല്ലേ വരുള്ളൂ. അതായത് പ്രൈം കോസ്റ്റ് നമ്മൾ കണ്ടു, അതേപോലെ ഓവർഹെഡ് എല്ലാ ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഇവിടെ ചെയ്തില്ലേ? സോ ഇതാണ് നമ്മുടെ കമ്പനിയുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് സെയിൽസ്. എത്രയാണ് മക്കളെ? 50,000 ആണെന്ന് വിചാരിക്കാം. ദെൻ നമുക്കറിയാം ടോട്ടൽ കോസ്റ്റിന്റെ കൂടെ പ്രോഫിറ്റ് ആയിട്ട് എന്ത് കിട്ടും നമുക്ക്?
സെയിൽസ് കിട്ടും, അല്ലെങ്കിൽ സെയിൽസ് നിന്ന് കോസ്റ്റ് കുറച്ചാൽ പ്രോഫിറ്റ് കിട്ടുമല്ലോ. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ഓറഞ്ച് ജ്യൂസ്, പ്രീമിയം ഓറഞ്ച് ജ്യൂസ് ആണ് 70 രൂപയ്ക്കാണ് വിൽക്കുന്നത് വിചാരിക്കുക. ഓക്കെ, 70 രൂപയ്ക്കാണ് വിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ ഓറഞ്ച് ജ്യൂസിന്റെ സെല്ലിംഗ് പ്രൈസ് 70 ആണെന്ന് വിചാരിക്കുക, 70 ആണെന്ന് വിചാരിക്കുക. അങ്ങനെ 1000 ഗ്ലാസ് വിൽക്കുന്നില്ലേ? സോ 1000 ഇൻറ്റു 70 എത്ര വരും? 70,000 എന്ന് വരും. അപ്പൊ 70,000 ആണ് നിങ്ങളുടെ സെയിൽസ്. വന്ന കോസ്റ്റ് 50,000 ആണ്. സോ ബാക്കി ബാലൻസ് 20,000 ആയിരിക്കും നിങ്ങളുടെ പ്രോഫിറ്റ് ബാലൻസിങ് ഫിഗർ ആയിട്ട് മനസ്സിലാക്കി വെക്കാം. സോ ഇത് സിമ്പിൾ കോസ്റ്റ് ഷീറ്റ് ആണ്, സ്റ്റോക്കിന്റെ അഡ്ജസ്റ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ എങ്ങനെ കോസ്റ്റിന്റെ ഫോർമാറ്റ്? സിമ്പിൾ കോസ്റ്റിന്റെ ഫോർമാറ്റിൽ ആദ്യം ഡയറക്ട് മെറ്റീരിയൽ, ദെൻ ഡയറക്ട് ലേബർ, ദെൻ ഡയറക്ട് എക്സ്പെൻസ്, പ്രൈം കോസ്റ്റ് കിട്ടും. അതിന്റെ കൂടെ പ്രൊഡക്ഷൻ ഓവർഹെഡ് അല്ലെങ്കിൽ ഫാക്ടറി ഓവർഹെഡ്, വർക്ക്സ് ഓവർഹെഡ് ആഡ് ചെയ്യുക. അപ്പോൾ ഫാക്ടറി കോസ്റ്റ് കിട്ടും, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് കിട്ടും, അല്ലെങ്കിൽ വർക്ക്സ് കോസ്റ്റ് കിട്ടും. അതിന്റെ കൂടെ അഡ്മിനിസ്ട്രേഷൻ ഓവർ റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ആഡ് ചെയ്യുക. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. ജനറൽ അഡ്മിനിസ്ട്രേഷനും സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആഡ് ചെയ്യുക. അപ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും, ടോട്ടൽ കോസ്റ്റ് കിട്ടും. അതിന്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്താൽ സെയിൽസ് കിട്ടും, അല്ലെങ്കിൽ സെയിൽസ് നിന്ന് കോസ്റ്റ് കുറച്ചാൽ പ്രോഫിറ്റ് കിട്ടും. മനസ്സിലാക്കി വെക്കാം. ഓക്കെ ഓക്കെ ഇപ്പൊ നമ്മൾ ഏതൊക്കെ ക്ലാസിഫിക്കേഷനാ പറഞ്ഞ മക്കളെ? ഫസ്റ്റ് പഠിച്ച ദെൻ വേരിയബിളിന്റെ ബേസിൽ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. സെക്കൻഡ് ട്രേസബിലിറ്റി അല്ലെങ്കിൽ എലമെന്റ് വൈസ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ദെൻ ഫങ്ഷണൽ വൈസ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ദെൻ ലാസ്റ്റ് നമുക്ക് അതർ കോസ്റ്റ് നോക്കാം. മിസ്ലേനിയസ് ആണ് അതർ കോസ്റ്റ്. നോർമലി വൺ വേർഡ് ഒക്കെ ചോദിക്കും, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അതർ കോസ്റ്റ്. ഇനി നമുക്ക് കുറച്ച് കോസ്റ്റുകളെ കുറിച്ച് പരിചയപ്പെടാം. ഓക്കെ, ഫസ്റ്റ് മാർജിനൽ കോസ്റ്റ്. എന്താണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ? മാർജിനൽ കോസ്റ്റ് ഒന്നുമില്ല. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തന്നെയാണ് മക്കളെ? വേരിയബിൾ കോസ്റ്റ് തന്നെയാണ്. എന്തന്നെയാണ്? വേരിയബിൾ കോസ്റ്റ്. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക കേട്ടോ. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. നോക്കി, എന്താണ് വേരിയബിൾ കോസ്റ്റ്? പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ചേഞ്ച് ചെയ്യുന്ന കോസ്റ്റ് അല്ലേ വേരിയബിൾ കോസ്റ്റ്? അതന്നെയാണ് എന്ത്? മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അഡീഷണൽ കോസ്റ്റ് ടു പ്രൊഡ്യൂസ് അഡീഷണൽ യൂണിറ്റ് അല്ലേ? അഡീഷണൽ യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വരുന്ന അഡീഷണൽ കോസ്റ്റ്, അതല്ലേ വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാലോ. സോ മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡീഷണൽ കോസ്റ്റ് ടു പ്രൊഡ്യൂസ് അഡീഷണൽ യൂണിറ്റ്. അഡീഷണൽ യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എത്ര അഡീഷണൽ കോസ്റ്റ് വരുന്നു, അതിന് നമ്മൾ എന്ത് വിളിക്കുക? മാർജിനൽ കോസ്റ്റ് അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റ് എന്ന് വിളിക്കുക. ദെൻ നമ്മൾ ഇങ്ങനെയാണ് പറയാ, മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതില് പ്രൈം കോസ്റ്റ് ഉണ്ടാവും, വേരിയബിൾ ഓവർഹെഡ് ഉണ്ടാവും അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പ്രൈം കോസ്റ്റ് ഓൾവേസ് വേരിയബിൾ കോസ്റ്റ് ആണ്. നമ്മൾ പറഞ്ഞു ഡയറക്ട് മെറ്റീരിയൽ, ഡയറക്ട് ലേബർ, ഡയറക്ട് എക്സ്പെൻസ് വരും. പ്ലസ് ഓവർഹെഡ് വേരിയബിൾ ആവാം, ഫിക്സ്ഡ് ആവാം. അതിൽ ആര് മാത്രം? വേരിയബിൾ പോർഷൻ മാത്രം. മനസ്സിലാക്കി വെക്കുക. സോ പ്രൈം കോസ്റ്റ് ഓൾവേസ് വേരിയബിൾ കോസ്റ്റ് ആണ്. അതേപോലെ അതിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യുക? വേരിയബിൾ ഓവർഹെഡ് ആഡ് ചെയ്യുക. സോ ഇതിനെന്ത് വിളിക്കാം നമുക്ക്? മാർജിനൽ കോസ്റ്റ്. വൺ വേർഡ് ചോദിക്കുകയെ, മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൈം കോസ്റ്റ്, ഡയറക്ട് മെറ്റീരിയൽ, ഡയറക്ട് ലേബർ, ഡയറക്ട് എക്സ്പെൻസ് പ്ലസ് ഇൻഡയറക്ട് കോസ്റ്റും വരണം. അതിലെ വേരിയബിൾ മാത്രം, ഫിക്സ്ഡ് ഇല്ലല്ലോ. സോ വേരിയബിൾ ഓവർഹെഡ് മനസ്സിലാക്കി വെക്കുക. സോ ഇതാണ് സിമ്പിൾ ആയിട്ട് എന്ത്? മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വേരിയബിൾ കോസ്റ്റ് ആണ് മാർജിനൽ കോസ്റ്റ്. സെക്കൻഡ്, അടുത്ത ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ അടുത്ത കോസ്റ്റ് ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ഡിഫറൻഷ്യൽ കോസ്റ്റ്. എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരാവേ എന്താണ് ഡിഫറൻഷ്യൽ കോസ്റ്റ്. ഈ ഡിഫറൻഷ്യൽ കോസ്റ്റിനെ നമുക്ക് മാർജിനൽ കോസ്റ്റിംഗ് ചാപ്റ്ററിലും പഠിക്കും കേട്ടോ. മാർജിനൽ കോസ്റ്റിംഗ് ചാപ്റ്ററിൽ നമുക്ക് അപ്ലിക്കേഷൻസ് പഠിക്കാനുണ്ട്. അവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു ഐറ്റമാണ് ഡിഫറൻഷ്യൽ കോസ്റ്റ്. ഇപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് നോക്കാം എന്താണ് ഡിഫറൻഷ്യൽ കോസ്റ്റ്. ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇൻക്രിമെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിക്രിമെന്റൽ കോസ്റ്റ് ആയിരിക്കും. ഇൻക്രിമെന്റൽ എന്ന് പറഞ്ഞാൽ കൂടുക, ഡിക്രിമെന്റൽ എന്ന് പറഞ്ഞാൽ കുറയുക. സോ ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ്, ഇൻക്രിമെന്റൽ ആവാം, ഡിക്രിമെന്റൽ ആവാം. സോ ഇൻക്രിമെന്റൽ ആവണം അല്ലെങ്കിൽ ഡിക്രിമെന്റൽ കോസ്റ്റ് ആണ്. മാത്രമല്ല ഈ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വേരിയബിളും വരും, എന്തും വരും, ഫിക്സ്ഡും വരും. വേരിയബിൾ അല്ലെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ കോസ്റ്റും വരും, എന്തും വരും മക്കളെ? ഫിക്സ്ഡ് കോസ്റ്റും വരും. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു ഇൻക്രിമെന്റിലും വരാം, എന്തും വരാം, ഡിക്രിമെന്റിലും വരാം എന്ന് പറഞ്ഞു. സോ ഫസ്റ്റ് നമുക്ക് ഇൻക്രിമെന്റൽ കോസ്റ്റ് നോക്കാം. ഫോർ എക്സാമ്പിൾ 1000 യൂണിറ്റ്സ് ആണ് നിലവിൽ പ്രൊഡക്ഷൻ നടത്തുന്നത് നിങ്ങൾ വിചാരിക്കുക. നിങ്ങൾ എത്ര യൂണിറ്റ് ഉണ്ടാക്കുന്നത് മക്കളെ? 1000 യൂണിറ്റ്സ്. അത് നിങ്ങൾ എത്രയാക്കി? 1200 യൂണിറ്റ് ആക്കി കൂട്ടി എന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റ് കൂട്ടി? 200 യൂണിറ്റ് ഇൻക്രിമെന്റ് വന്നില്ലേ? 1000 യൂണിറ്റിൽ നിന്ന് നിങ്ങൾ 1200 യൂണിറ്റ് പ്രൊഡക്ഷൻ നടത്തി എന്ന് പറഞ്ഞാൽ 200 യൂണിറ്റ് എന്ത് ചെയ്തു? പ്രൊഡക്ഷൻ നടത്തി. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒബ്വിയസ്ലി പ്രൊഡക്ഷൻ കൂടിയ കോസ്റ്റ് കൂടും അല്ലെ? ഈ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഉണ്ട്? വേരിയബിൾ കോസ്റ്റും ഉണ്ട്, ഫിക്സ്ഡ് കോസ്റ്റും ഉണ്ട്. ഇപ്പൊ നിലവിൽ 1000 ഉണ്ടാക്കാൻ 10,000 ആണ് കോസ്റ്റ്. അത് 1200 ആയപ്പോൾ 15,000 കോസ്റ്റ് ആയെന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ എത്ര കൂടി?
5000 കോസ്റ്റ് കൂടിയില്ലേ? 200 യൂണിറ്റ് ഇൻക്രീസ് ആയപ്പോൾ 5000 കോസ്റ്റ് കൂടിയില്ലേ? ഈ 5000 കോസ്റ്റ് കൂടിയതിനെയാണ് നമ്മൾ ഇൻക്രിമെന്റൽ കോസ്റ്റ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഇൻക്രിമെന്റൽ ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് വിളിക്കുക. ഡിഫറൻഷ്യൽ ഇൻക്രിമെന്റൽ ആവാം, ഡിക്രിമെന്റൽ ആവാം. സോ ഈ 5000 ആണ് നിങ്ങളുടെ ഇൻക്രിമെന്റൽ ഡിഫറൻഷ്യൽ കോസ്റ്റ്. ഓക്കെ, അഡീഷണൽ പ്രൊഡക്ഷൻ നടത്തിയപ്പോൾ എത്ര അഡീഷണൽ കോസ്റ്റ് കൂടി? സോ 200 യൂണിറ്റ് അഡീഷണലി പ്രൊഡക്ഷൻ നടത്തിയപ്പോൾ 5000 അഡീഷണൽ കോസ്റ്റ് വന്നു. സോ ഇതാണ് ഇൻക്രിമെന്റൽ ഡിഫറൻഷ്യൽ കോസ്റ്റ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ആര്? അല്ലെ, ഡിക്രിമെന്റൽ ഡിഫറൻഷ്യൽ കോസ്റ്റ് അല്ലെങ്കിൽ ഡിക്രിമെന്റൽ കോസ്റ്റ്. കുറയുമ്പോൾ എന്ന് പറഞ്ഞാൽ നിലവിൽ നമ്മൾ 1000 യൂണിറ്റ് ഉണ്ടാക്കുന്നത്, അത് 700 യൂണിറ്റ് ആയിട്ട് കുറഞ്ഞു വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റ് കുറഞ്ഞു? 300 യൂണിറ്റ് കുറഞ്ഞു. 1000 യൂണിറ്റിൽ നിന്ന് 700 ആയി എന്ന് പറഞ്ഞാൽ 300 യൂണിറ്റ് കുറഞ്ഞു. അപ്പൊ ഒബ്വിയസ്ലി കോസ്റ്റും കുറയില്ലേ? 1000 യൂണിറ്റിന് 10,000 ആണ് കോസ്റ്റ്. അങ്ങനെയാണെങ്കിൽ 700 നോർമലി കുറയും. 6000 ആണെന്ന് വിചാരിക്കുക. എത്ര കുറഞ്ഞു? 4000 കോസ്റ്റ് കുറഞ്ഞില്ലേ? ഈ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വേരിയബിളും ഫിക്സഡും ഉണ്ടാവും കേട്ടോ. സോ 300 യൂണിറ്റ്സ് കുറഞ്ഞപ്പോൾ 4000 കോസ്റ്റ് കുറഞ്ഞു അല്ലേ? സോ ആ കുറവിനെയാണ്, ഈ 4000നെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡിക്രിമെന്റൽ കോസ്റ്റ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഡിക്രിമെന്റൽ ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് വിളിക്കുക. സോ ഇൻക്രിമെന്റലും ഡിക്രിമെന്റലും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. 200 യൂണിറ്റ് അഡീഷണലി പ്രൊഡക്ഷൻ നടത്തിയപ്പോൾ 5000 അഡീഷണൽ കോസ്റ്റ് വന്നു. അതാണ് ഇൻക്രിമെന്റൽ ഡിഫറൻഷ്യൽ കോസ്റ്റ്. 300 യൂണിറ്റ് കുറഞ്ഞപ്പോൾ 4000 കോസ്റ്റ് കുറഞ്ഞു. അതാണ് ഡിക്രിമെന്റൽ ഡിഫറൻഷ്യൽ കോസ്റ്റ്. സോ ഇത് രണ്ടും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ്, ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻക്രിമെന്റൽ ആവാം, ഡിക്രിമെന്റൽ ആവാം. ദെൻ നെക്സ്റ്റ് തേർഡ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് റെലവെന്റ് കോസ്റ്റ്. ഇന്ററിൽ അത്ര ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിലും ഫൈനൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് വളരെ വലിയ രീതിയിൽ വരും. മാത്രമല്ല ഇന്ററിൽ മാർജിനൽ കോസ്റ്റിംഗ് പഠിക്കുമ്പോൾ അവിടെ അപ്ലിക്കേഷൻസ് പഠിക്കാനുണ്ട്. അവിടെയും നമുക്ക് ഈ റെലവെന്റ് കോസ്റ്റിന്റെ കാര്യം പറയും നമ്മൾ. ഓക്കെ, സോ റെലവെന്റ് കോസ്റ്റ് എന്താണ്? റെലവെന്റ് കോസ്റ്റ് നമുക്ക് നോക്കി നോക്കാം. സോ റെലവെന്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, മാനേജ്മെന്റ് ഒരു ഡിസിഷൻ എടുക്കുമ്പോഴേ, മാനേജ്മെന്റ് എന്ത് ഡിസിഷൻ എടുക്കാലോ, മാനേജ്മെന്റ് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ നിങ്ങളുടെ കോസ്റ്റിൽ ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ അത് റെലവെന്റ് കോസ്റ്റ് ആണ്. നോക്കി, കോസ്റ്റ് ചേഞ്ച്ഡ് ബൈ ഡിസിഷൻസ് ഓഫ് ദി മാനേജ്മെന്റ്. സോ മാനേജ്മെന്റ് ഒരു ഡിസിഷൻസ് എടുത്താൽ നിങ്ങളുടെ കോസ്റ്റിൽ ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ അതെല്ലാം എന്ത് കോസ്റ്റ് ആണ്? റെലവെന്റ് കോസ്റ്റ് ആണ് മനസ്സിലാക്കുക. അപ്പൊ എന്തായിരിക്കും ഇറലവെന്റ് കോസ്റ്റ്? നിങ്ങൾ മാനേജ്മെന്റ് എന്ത് ഡിസിഷൻ എടുത്താലും കോസ്റ്റ് ചേഞ്ച് വരുന്നില്ലെങ്കിൽ അത് എന്ത് കോസ്റ്റ് ആണ്? ഇറലവെന്റ് കോസ്റ്റ് ആണ്. എന്ത് കോസ്റ്റ് ആണ്? ഇറലവെന്റ് കോസ്റ്റ്. അപ്പൊ എന്താ റെലവെന്റ് കോസ്റ്റ്? എന്താണ് ഇറലവെന്റ് കോസ്റ്റ്? മാനേജ്മെന്റ് ഒരു ഡിസിഷൻ എടുത്താൽ കോസ്റ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് റെലവെന്റ് ആണ്. മാനേജ്മെന്റ് എന്ത് ഡിസിഷൻ എടുത്താലും എന്ത് സംഭവിച്ചാലും കോസ്റ്റ് ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ അത് എന്ത് കോസ്റ്റ് ആണ്? ഇറലവെന്റ് കോസ്റ്റ് ആണ്. എന്താണ് മക്കളെ? ഇറലവെന്റ്. എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ് ഓഫ് സീസണിൽ, ഓഫ് സീസൺ എന്ന് പറഞ്ഞാൽ സെയിൽസ് കുറവായിരിക്കുമല്ലോ, ഓഫ് സീസണിൽ ടെമ്പററി ആയിട്ട് ക്ലോസ് ഡൗൺ ചെയ്യാന്ന് വിചാരിക്കുക. 6 മാസത്തേക്ക്, 6 മാസം ഓഫ് സീസൺ ആണ്. സോ 6 മന്തിലോട്ട് ടെമ്പററി ആയിട്ട് ഷട്ട് ഡൗൺ ചെയ്യാണ്. ഷട്ട് ഡൗൺ ചെയ്യാൻ ടെമ്പററി ആയിട്ട് ക്ലോസ് ചെയ്യാണ്. പെർമനന്റ് ക്ലോസിംഗ് അല്ല കേട്ടോ, ടെമ്പററി ക്ലോസിംഗ് ആണ്. ടെമ്പററി ആയിട്ട് 6 മന്ത് ഓഫ് സീസണിൽ നമ്മൾ ക്ലോസ് ചെയ്യാണ്. അപ്പൊ ഇതാണ് നമ്മുടെ മാനേജ്മെന്റ് ഡിസിഷൻ അല്ലേ, ക്ലോസ് ചെയ്യണോ വേണ്ടയോ, അല്ലെങ്കിൽ ഷട്ട് ഡൗൺ ചെയ്യണോ വേണ്ടയോ. സോ ഇതാണ് നമ്മുടെ മാനേജ്മെന്റ് ഡിസിഷൻ. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോ നിങ്ങൾ ഷട്ട് ഡൗൺ ചെയ്തു വിചാരിക്കുക, 6 മാസത്തേക്ക് നിങ്ങൾ ടെമ്പററി ആയിട്ട് ഷട്ട് ഡൗൺ ചെയ്തു, ക്ലോസ് ഡൗൺ ചെയ്തു. സോ അങ്ങനെ ക്ലോസ് ഡൗൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ഇൻകർ ആവാനുള്ള ചാൻസ് ഉണ്ട്? ഷട്ട് ഡൗൺ കോസ്റ്റ് ഇൻകർ ആവും. ഷട്ട് ഡൗൺ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന കോസ്റ്റ് ആണ് ഷട്ട് ഡൗൺ കോസ്റ്റ്. ഓക്കെ, ക്ലോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബിസിനസ് ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ 6 മാസത്തേക്ക് ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് അപ്പൊ ഇൻകർ ആവുന്ന കോസ്റ്റ് ആണ് എന്ത് കോസ്റ്റ്? ഷട്ട് ഡൗൺ കോസ്റ്റ്. അപ്പൊ ഈ ഷട്ട് ഡൗൺ കോസ്റ്റ് നമുക്ക് എപ്പോഴും ഇൻകർ ആവും മക്കളെ? ഈ ഷട്ട് ഡൗൺ കോസ്റ്റ് എപ്പോഴും ഇൻകർ ആവുക? നമ്മളെ മാനേജ്മെന്റ് ഷട്ട് ഡൗൺ ചെയ്താൽ മാത്രമല്ലേ. സോ ഷട്ട് ഡൗൺ ചെയ്താൽ മാത്രമേ എന്ത് ഇൻകർ ആവുള്ളൂ? ഷട്ട് ഡൗൺ കോസ്റ്റ് ഇൻകർ ആവുള്ളൂ അല്ലെ. അപ്പൊ മാനേജ്മെന്റ് ഡിസിഷൻ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമേ ഈ ഷട്ട് ഡൗൺ കോസ്റ്റ് ഇൻകർ ആവുള്ളൂ. അപ്പോ ഷട്ട് ഡൗൺ ചെയ്തില്ല എന്ന് വിചാരിക്കുക, ഇൻകർ ആവുമോ? ഇല്ല. അപ്പോ മാനേജ്മെന്റ് ഡിസിഷൻ കൊണ്ട് ഒരു ഷട്ട് ഡൗൺ കോസ്റ്റ് ഇൻകർ ആയില്ലേ, അതെന്ത് കോസ്റ്റ് ആണ്? റെലവെന്റ് കോസ്റ്റ് ആണ്. കാരണം എന്താ? ഇറ്റ് വിൽ ഇൻകർ ഓൺലി വെൻ ഷട്ട് ഡൗൺ ഈസ് ഹാപ്പൻ അല്ലെ. ഷട്ട് ഡൗൺ ചെയ്താൽ മാത്രമേ എന്ത് ഇൻകർ ആവുള്ളൂ? ഷട്ട് ഡൗൺ കോസ്റ്റ് ഇൻകർ ആവുള്ളൂ എന്ന് മനസ്സിലാക്കുക. എന്ത് ഇൻകർ ആവുള്ളൂ മക്കളെ? ഷട്ട് ഡൗൺ കോസ്റ്റ് ഇൻകർ ആവുള്ളൂ. അതുകൊണ്ട് തന്നെ അത് റെലവെന്റ് കോസ്റ്റ് ആണ്. ഡിസിഷൻ എന്താ? ഷട്ട് ഡൗൺ ചെയ്യുക. ഷട്ട് ഡൗൺ ചെയ്താൽ മാത്രമേ ഷട്ട് ഡൗൺ കോസ്റ്റ് ഇൻകർ ആവുള്ളൂ. ഡിസിഷൻ എടുത്താലേ ആ കോസ്റ്റ് ഇൻകർ ആവുള്ളൂ. അതുകൊണ്ട് തന്നെ ഷട്ട് ഡൗൺ കോസ്റ്റ് എന്ത് കോസ്റ്റ് ആണ്? റെലവെന്റ് കോസ്റ്റ്. എന്താണ് ഇറലവെന്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഷട്ട് ഡൗൺ ചെയ്താലും ഇല്ലെങ്കിലും എന്ത് ഡിസിഷൻ എടുത്താലും കോസ്റ്റിൽ ചേഞ്ച് വരില്ല എന്നല്ല പറഞ്ഞത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ റെന്റ് ഓഫ് ഫാക്ടറി അല്ലെ, ഇപ്പൊ 6 മാസത്തേക്ക് നമ്മൾ ടെമ്പററി ആയിട്ട് എന്ത് ചെയ്യാണ്? ക്ലോസ് ഡൗൺ ചെയ്യാണ്. സ്റ്റിൽ
പെർമനന്റ് ക്ലോസ് ഡൗൺ ഒന്നല്ല, ടെമ്പററി ആണ്. അപ്പൊ 6 മാസത്തേക്ക് നമ്മൾ ക്ലോസ് ഡൗൺ ചെയ്താലും നമ്മൾ സ്റ്റിൽ എന്ത് കൊടുക്കേണ്ടി വരും? ഫാക്ടറിയുടെ റെന്റ് കൊടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞ പോലെ തന്നെ അൺഅവോയ്ഡബിൾ ആണ്. ഓണർക്ക് എന്താ അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ പ്രൊഡക്ഷൻ നടത്തിയെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ടെമ്പററി ആയിട്ട് ഷട്ട് ഡൗൺ ചെയ്യുന്നോ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഓണർക്ക്, ബിൽഡിംഗ് ഓണർക്ക് കറക്റ്റ് ആയിട്ട് എന്ത് കിട്ടണം? റെന്റ് കിട്ടണം. അപ്പോ നിങ്ങൾ ഷട്ട് ഡൗൺ ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾ എന്ത് ഡിസിഷൻ എടുത്താലും ആ കോസ്റ്റ് അവിടെ ഇൻകർ ആവും. കോസ്റ്റിൽ എന്ത് വരില്ല? ചേഞ്ച് വരില്ല. സോ അതാണ് ഇറലവന്റ് കോസ്റ്റ് അല്ലെ. വെദർ ഷട്ട് ഡൗൺ ഓർ കണ്ടിന്യൂ ഇറ്റ് വിൽ ഇൻകർ. അപ്പോ എന്ത് ഡിസിഷൻ എടുത്താലും ഒരു അഡീഷണൽ കോസ്റ്റ് അവിടെ ഇൻകർ ആവുന്നില്ല. പക്ഷേ ഈ ഷട്ട് ഡൗൺ കോസ്റ്റ് അങ്ങനെയല്ല. ഷട്ട് ഡൗൺ ചെയ്താലേ അത് ഇൻകർ ആവുള്ളൂ. അതുകൊണ്ട് അത് റെലവെന്റ് കോസ്റ്റ് ആണ്. ഈ റെന്റ് എന്ന് പറഞ്ഞാൽ ഷട്ട് ഡൗൺ ചെയ്താൽ ഇല്ലെങ്കിൽ അത് ഇൻകർ ആവും, നമുക്ക് അൺഅവോയ്ഡബിൾ ആണ്. അപ്പൊ അത് എന്ത് കോസ്റ്റ് ആണ്? ഇറലവെന്റ് കോസ്റ്റ് ആണ്. സോ മനസ്സിലാക്കുക, ഇറലവെന്റ് കോസ്റ്റിന് നമുക്ക് ഫൈനലി ഇൻഡെപ്ത് ആയി തന്നെ നമുക്ക് സെപ്പറേറ്റ് ചാപ്റ്റർ ആയിട്ട് പഠിക്കാണ്ട് കേട്ടോ. ഇവിടെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക, മാനേജ്മെന്റിന്റെ ഡിസിഷൻ കാരണം കോസ്റ്റ് ചേഞ്ച് വരികയാണെങ്കിൽ റെലവെന്റ് എന്ന് പറഞ്ഞാൽ ഷട്ട് ഡൗൺ ചെയ്താലാണ് ഷട്ട് ഡൗൺ കോസ്റ്റ് വരിക, റെലവെന്റ് കോസ്റ്റ് ആണ്. ഷട്ട് ഡൗൺ ചെയ്തില്ലെങ്കിൽ അത് വരൂല. മാനേജ്മെന്റ് ഡിസിഷൻ വരുമ്പോഴേ ആ കോസ്റ്റ് ഇൻകർ ആവുള്ളൂ. ഇറലവെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഷട്ട് ഡൗൺ ചെയ്താലും ഇല്ലെങ്കിലും അത് ഇൻകർ ആവും എന്ന് പറഞ്ഞാൽ കോസ്റ്റ് എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യുന്നില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റെന്റ് ഓഫ് ഫാക്ടറി. ഇത് ഓക്കെയാണെന്ന് എക്സ്പെക്ട് ചെയ്യും.